കേൾക്കാം, ക്ലിയറാ. ഗുഡ് ഈവനിങ് ഓൾ. വെൽമൈൻഡ് നടത്തുന്ന ഇമോഷണൽ റീഅലൈൻമെന്റ് എന്നുള്ള ഓൺലൈൻ സെഷന്റെ നമ്മൾ നല്ല സൗണ്ടിൽ കേട്ടതല്ലേ. 22 ഡേയ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നു ഇന്നത്തോടെ ആവുമ്പോൾ. നമ്മുടെ സെഷന്റെ പേര് ഇമോഷണൽ റീഅലൈൻമെന്റ് എന്നാണ്. അപ്പൊ ഇമോഷണൽ റീഅലൈൻമെന്റ് എന്നുള്ള ആ സെഷനിൽ ഇന്ന് എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. അപ്പം നമ്മുടെ ഒരു യാത്രയായിരുന്നു. 22 ദിവസം എത്ര പെട്ടെന്നാണ് കഴിഞ്ഞു പോയത്. ഒരുപക്ഷെ നമ്മൾ ഈ വർഷം എത്ര പെട്ടെന്നാണ് ഈ 5-ാം മാസം ആയത്. വളരെ വേഗതയിലാണ്. അപ്പൊ സമയം നമുക്ക് വേണ്ടി കാത്തിരിക്കാറില്ല. നമ്മൾ എന്തിന് നല്ല സമയത്തിന് വേണ്ടി കാത്തിരിക്കണം? നമ്മൾ ഇപ്പോഴുള്ള സമയത്തെ നമ്മൾ എന്താക്കണം? നല്ലതാക്കി മാറ്റണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ അല്പം പരുവപ്പെടുത്തണം. നമ്മളെ ഒന്ന് റീഅലൈൻ ചെയ്യണം. ഈ വെച്ചുള്ള കുറെ വാക്കുകളുണ്ട്. വളരെ രസകരമാണ്. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിന്റെ പേര് റീഅലൈൻമെന്റ് ആണ്. റീസെറ്റ് ചെയ്യുക. നമ്മൾ കമ്പ്യൂട്ടർ റീഫ്രഷ് ചെയ്യും. അപ്പൊ റീഅലൈൻ, റീസെറ്റ്, റീഫ്രഷ്, റിവൈവ്, റെക്കഗ്നൈസ്, റീഓറിയന്റ്, റീപൊസിഷൻ. ഇത്രയധികം വാക്കുകളുണ്ട്. ഇതെല്ലാം നമ്മളെ ഇങ്ങനെ പരുവപ്പെടുത്തുന്ന വാക്കുകളാണ്. കമ്പ്യൂട്ടർ ആണെങ്കിൽ അല്പം സ്ലോ ആകുമ്പോൾ നമ്മൾ റീഫ്രഷ് ചെയ്യും. ഇതുപോലെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സെറ്റ് ചെയ്യണമെങ്കിൽ ഒന്നുകൂടി റീസെറ്റ് ചെയ്യും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഒന്ന് റീഅലൈൻ ചെയ്താൽ ഇനിയുള്ള ഓരോ നിമിഷവും നമുക്ക് ഈ നിമിഷത്തിൽ ജീവിച്ചുകൊണ്ട് പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ എൻ്റെ ഒരു സാന്നിധ്യം ആവശ്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയും. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇന്നത്തെ സെഷൻ അതിമനോഹരമായ മറ്റൊരു സെഷനാണ്. സെൽഫ് ലവ്, സ്വയം സ്നേഹം. ഓർക്കുക, ഈ ലോകത്ത് നമ്മളെ ആരും സ്നേഹിച്ചില്ലെങ്കിൽ പോലും നമ്മളെ സ്നേഹിച്ചാൽ എല്ലാമായി. ഇനി ഈ ലോകത്ത് നമ്മളെ എല്ലാവരും സ്നേഹിച്ച്, പക്ഷെ നമ്മളെ സ്നേഹിച്ചില്ലെങ്കിൽ ഒന്നുമില്ലാതാകുകയും ചെയ്യും. അത്രയധികം പവർഫുൾ വേർഡാണ് സെൽഫ് ലവ്, സ്വയം സ്നേഹം. ഒരുപക്ഷെ 1 to 10 എന്നൊക്കെ ഇട്ടാൽ നമ്മൾ എന്തുമാത്രം നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ 5-ന് താഴെയാകാം, 5-ന് മുകളിലാകാം, എന്തോ ആയിക്കോട്ടെ, അതൊന്നും ഒരു വിഷയമല്ല. പക്ഷെ ഈ സെഷൻ കഴിയുമ്പോൾ നമ്മളെ കൂടുതൽ സ്നേഹിക്കും, നമ്മളെ കൂടുതൽ സ്വീകരിക്കും, നമ്മളെ കൂടുതൽ റിയലൈൻ ചെയ്യും. നമ്മളുടെ കഴിവുകൾ, നമ്മളുടെ വീക്ക്നെസ് എന്തൊക്കെയാണെങ്കിലും എല്ലാവിധ ഇംപെർഫെക്ഷനോടുകൂടിയും നമ്മളെ എംബ്രൈസ് ചെയ്യുക. ഇതായിരിക്കും ഇന്നത്തെ സെഷൻ. അപ്പൊ പ്രിയമുള്ളവരെ, നമുക്ക് ഇന്നത്തെ സെഷൻ ആരംഭിക്കുന്ന മുമ്പ് സെൽഫ് ലവിനെ കുറിച്ച് വളരെ മനോഹരമായ അഫർമേഷൻ എടുത്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. അപ്പൊ അഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആരോടും ചോദിക്കേണ്ട, നമ്മൾ തന്നെ നമ്മളോട് പറയുന്ന പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് അഫർമേഷൻ. ആത്മകൽപ്പനകൾ, ആത്മമന്ത്രങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ആരോടും ചോദിക്കേണ്ട, ഉച്ചത്തിൽ പറയാം, കണ്ണാടിയിൽ നോക്കി പറയാം, വേണമെങ്കിൽ മനസ്സിൽ നമുക്ക് പറയാം. അപ്പൊ ഈ ഞാൻ പറയുന്ന 11 അഫർമേഷൻ നിങ്ങളൊന്ന് മനസ്സിൽ ഒന്ന് ഫീൽ ചെയ്തുകൊണ്ട് നിങ്ങൾ മനസ്സിലൊന്ന് കാണുക, ഒപ്പം ആക്ട് ചെയ്യുക. അപ്പോൾ ഉച്ചത്തിൽ പറയാം, അല്ലെങ്കിൽ മനസ്സിൽ പറയാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് അഫർമേഷൻ, ഐ ലവ് മൈസെൽഫ്. ഒന്ന് ഫീൽ ചെയ്ത് പറയുക. ഐ ലവ് മൈസെൽഫ്. ഐ റെസ്പെക്ട് മൈസെൽഫ്. I respect myself. I will be kind to myself. I will be kind to myself. I am beautiful inside and out. I am beautiful inside and out.
My body is perfect, just the way it is. My body is perfect, just the way it is. I trust my decisions. I trust my decisions. I am strong and brave. I am strong and brave. I am smart and talented. I am smart and talented. I am good. I am good. I am enough. I am enough. Thank you. Remember, you are enough. You trust your decisions. You are strong and brave. You are powerful. അങ്ങനെ നമുക്ക് നമ്മളെ ഇന്ന് കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ നമുക്ക് മനോഹരമാക്കാം. സെൽഫ് ലവ് എന്ന ഇന്നത്തെ സെഷൻ എടുക്കുന്നതിന് വേണ്ടി നമുക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഷബാസ് മാമാണ്, വെൽമൈൻ ഫൗണ്ടർ ആൻഡ് CEO. ഒപ്പം നിരവധി ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സുകളൊക്കെ എടുത്തിട്ടുള്ള ഷബാസ് മാം, ബൈ പ്രൊഫഷൻ ടീച്ചർ, ട്രെയിനർ, സൈക്കോളജിസ്റ്റ്, കൗൺസിലർ, NLP ഗ്രാൻഡ് മാസ്റ്റർ ട്രെയിനർ. ഒപ്പം ഇന്ന് ഈ മാസം നമ്മളൊരു ബുക്കിന്റെ ഓതർ കൂടിയാണ്, റീബൂട്ട് യുവർ മൈൻഡ്. അപ്പൊ ഇന്നത്തെ സെഷൻ എടുക്കുന്നതിന് വേണ്ടി ഷബാസ് മാമിനെയും ഇന്നത്തെ ക്ലാസ് വളരെ സെൽഫ് ലവോടുകൂടി കേൾക്കുന്നതിനും അതിലെ ഓരോ സ്റ്റെപ്പുകൾ മനസ്സിലാക്കുന്നതിനും വേണ്ടി ഈ ക്ലാസ്സിലെ എത്തിച്ചേർന്ന എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ വെൽക്കം ചെയ്യുന്നു. വെൽക്കം ഷബാസ് മാം. പ്ലാറ്റ്ഫോം ഈസ് ഫോർ യുവേഴ്സ്. താങ്ക് യു ഓൾ. താങ്ക് യു അനിൽ സർ. താങ്ക് യു വെരി മച്ച്. വളരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്ത അനിൽകുമാർ സാറിനും അതുപോലെ ഇന്ന് ഈ ഒരു ക്ലാസ് കേൾക്കാൻ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ആദ്യമേ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. അതുപോലെ നമുക്ക് ഇന്ന് ഈ ഒരു സുന്ദര മുഹൂർത്തത്തിൽ ഇവിടെ ഒരുമിച്ച് ചേരാൻ സാധിച്ചത്, അതായത് നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ എത്ര സെഷൻ ഒരുമിച്ച് കൂടി? 22. ഇനി വെറും 2 സെഷനോട് കൂടി നമ്മുടെ ഈ ബാച്ച് ഇവിടെ അവസാനിക്കുകയാണ്. അതിന്റെ ഒരു, അതായത് ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ സമയപരിധിയിൽ കറക്റ്റ് എല്ലാ ക്ലാസ്സുകളും, ആകെ ആ ഒരു ഇലക്ഷന്റെ ടൈമിൽ 2 ക്ലാസ് മാത്രമാണ് ഒന്ന് ചേഞ്ച് ചെയ്യേണ്ട വന്നുള്ളൂ. ബാക്കിയെല്ലാം പറഞ്ഞ കറക്റ്റ് സമയത്ത് നമുക്ക് ചെയ്യാൻ സാധിച്ചു. അതുപോലെ നമ്മള് ഫിനിഷിംഗ് ടൈം പറഞ്ഞ ആ സമയവും കറക്റ്റ് ആണ്. എല്ലാം നമ്മള് അതുപോലെ ഒന്നും നമ്മുടെ കഴിവല്ല, ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. ആ ഒരു കറക്റ്റ് സമയങ്ങളിൽ നമുക്ക് എല്ലാവർക്കും മറ്റൊരു പ്രശ്നങ്ങളും ഉണ്ടാകാതെ കറക്റ്റായിട്ട് ക്ലാസ്സിൽ ചില പ്രശ്നങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടായി എങ്കിലും അത് നമുക്ക് റെക്കോർഡഡ് ക്ലാസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനും എല്ലാത്തിനും സാധിച്ചു. എല്ലാത്തിനും നമുക്ക് സർവേശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഇന്ന് നമ്മൾ പറഞ്ഞു നമുക്ക് ഈ ക്ലാസ് കേൾക്കാൻ സാധിച്ചു. ഒത്തിരി പേര് ഇതുപോലുള്ള ക്ലാസ്സുകൾ കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകാം. പക്ഷെ സോറി, പക്ഷെ പലപ്പോഴും അവരുടെ ആ ഒരു പെർസെപ്ഷൻ ചിലപ്പോ പല കാരണങ്ങൾ കൊണ്ട് അവർ ആ ക്ലാസ്സിൽ വരാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ക്ലാസ് വന്ന് അറ്റൻഡ് ചെയ്തത് എല്ലാവരും അവരോട് സ്നേഹമുള്ളത് കൊണ്ട് തന്നെയാണ്, അല്ലെ? നമ്മള് ഒരു സെൽഫ് ഡെവലപ്മെന്റിന് അപ്പോ ഫസ്റ്റ് കാര്യം തന്നെ നമ്മളെല്ലാവരും ഇപ്പൊ ഈ ഒരു ഗ്രൂപ്പിലുള്ള എല്ലാവരും സക്സസ് ആണ്. കാരണം പലരും ചിന്തിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ഒരു ക്ലാസിന്റെ കാര്യം ആവശ്യം ഉണ്ടോ? ഇപ്പൊ നമ്മൾ ഇത്രയൊക്കെ ആയില്ലേ, നമ്മുടെ ഒരു വർക്കിന് വേണ്ടിയിട്ട്, അതായത് ഇപ്പോ ഒരു മണി ഏൺ ചെയ്യാനുള്ള ഒരു എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് പ്രോഗ്രാമിലേക്കാണെങ്കിൽ അവര് കാശ് എന്ത് ചെയ്യാൻ ചിലപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്ത് അതിന് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവും. പക്ഷെ സെൽഫ് ഇൻവെസ്റ്റ്മെന്റ്, അതായത് എനിക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത്
നമ്മുടെ ഒരു വർത്തിന് വേണ്ടി പലപ്പോഴും നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. ശരിയാണ്, നമ്മൾ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ആർക്കാ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുന്നത്? നമ്മുടെ ഹസ്ബൻഡിന് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്, നമ്മുടെ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്, ഫ്രണ്ട്സിന് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്, റിലേറ്റീവ്സിന് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ നല്ല നല്ല മുഹൂർത്തങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഗിഫ്റ്റുകള് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവും ചില ഗിഫ്റ്റുകള്. പക്ഷെ എന്താണ്, നമ്മുടെ ഫ്രണ്ട്സ് ഒന്നല്ലെങ്കിൽ നമ്മൾ പ്രയോറിറ്റി കൂടുതൽ കൊടുക്കുന്നത് നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ ഹസ്ബൻഡ്, നമ്മുടെ കുട്ടികള്, റിലേറ്റീവ്സ്, മറ്റുള്ളവർക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. അവർ ആഗ്രഹിക്കുന്ന ഗിഫ്റ്റ് നമ്മൾ വാങ്ങിക്കൊടുക്കുന്നു. ആ ഒരു സമയത്ത് എനിക്കൊരു ഗിഫ്റ്റ് ആഗ്രഹം ഉണ്ടാകും മനസ്സിൽ, ഇത് എനിക്ക് വേണമെന്ന്. അപ്പോഴും നമ്മൾ എന്താണ്, നമ്മുടെ പ്രയോറിറ്റി അവിടെ നിർത്തിയിട്ട് മറ്റുള്ളവർക്കായിരിക്കും നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പൊ അതാണോ വേണ്ടത്? ആരാണ് പ്രയോറിറ്റി വേണ്ടത്? നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രയോറിറ്റി വേണ്ടത് നമുക്ക് നമ്മളോട് തന്നെ ആയിരിക്കും. നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റിയാൽ മാത്രമാണ് നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ക്ലാസ് ഇമോഷണൽ റിയലൈൻമെന്റ് ആണ്. അതും സെൽഫ് ലവുമായിട്ട് എന്താണ് ബന്ധം? ഇങ്ങനൊരു ടോപ്പിക്കിന്റെ ആവശ്യമുണ്ടോ? ഇമോഷൻ റിയലൈൻ ചെയ്യുന്ന കാര്യത്തിൽ ഈ സെൽഫ് ലവ് കൊണ്ടിട്ട ആവശ്യം എന്താണ്? നിങ്ങളെ ERA ട്രെയിനർ ആക്കാനാണ് ഓരോരുത്തരെയും ഇമോഷണൽ റിയലൈൻമെന്റ് ട്രെയിനർ ആക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് അതിന്റെ ഉള്ളില് ആവശ്യമില്ലാത്തൊരു ടോപ്പിക്ക് കുത്തി കയറ്റിയേക്കുന്നു, സെൽഫ് ലവ്. അല്ലെ? സെൽഫ് ലവിന്റെ ആവശ്യമുണ്ടോ? ഇമോഷനും സെൽഫ് ലവും തമ്മിൽ എന്താ ബന്ധമുണ്ടോ? ഈ ഒരു കോഴ്സിൽ ഈ സെൽഫ് ലവിടെ ആവശ്യം ഉണ്ടായിരുന്നോ? ഏറ്റവും അത്യാവശ്യമുള്ള ഒരു ടോപ്പിക്കാണ് സെൽഫ് ലവ്. നമുക്ക് നമ്മളെ സ്നേഹിച്ച് നമ്മളെ ഉള്ളില് ഹാപ്പി ആയി കഴിയുമ്പോഴാണ് നമുക്ക് അവിടെ എല്ലാ ഇമോഷൻസും, അതായത് പലപ്പോഴും പല സമയങ്ങളും നമ്മൾ പൊട്ടിത്തെറിക്കുന്നത് ആ ഒരു ഇൻസിഡന്റ് ആയിരിക്കില്ല. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന, അതായത് നമ്മുടെ ഉള്ളില് നമുക്ക് സ്വന്തമായ ഒരു സെൽഫ് റെസ്പെക്റ്റോ സെൽഫ് വर्थോ ഒരു സെൽഫ് ഹാപ്പിനെസ്സോ ഇല്ലാത്ത ഈ നിമിഷങ്ങളിലാണ് നമ്മൾ അത് പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ഇമോഷണൽ റിയലൈൻമെന്റ് ഫസ്റ്റിലേ വരേണ്ടത് ഫ്രം അവർ ഇൻസൈഡ്, നമ്മുടെ ഉള്ളിൽ നിന്നാണ് ആ ഒരു ഇമോഷൻ. അതായത് പലപ്പോഴും പല ഇമോഷൻസും നമ്മൾ പറയുന്നത് എന്താണ്, എനിക്കത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് അത്രയ്ക്കും, അതായത് നമുക്ക് നമ്മളുടെ ഉള്ളിൽ എന്തൊക്കെയോ ഇഷ്യൂസും കാര്യങ്ങളും വരുമ്പോഴാണ് പുറമെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു പോകുന്നു. പകരം നമ്മുടെ മൈൻഡ് വളരെ കൂൾ കാം ആയിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, അല്ലേ? അത് സയൻസ് തന്നെയാണ്. ഇപ്പൊ ഒരു സംഭവം ചൂടായിട്ടിരിക്കുന്ന ഒരു വസ്തുവാണ് പൊട്ടിത്തെറിക്കുള്ളൂ, അല്ലെ? തണുത്ത് വളരെ ഫ്രീസ് ആയിട്ടിരിക്കുന്ന ഒരു വസ്തു പൊട്ടിത്തെറിക്കുമോ? ഒരിക്കലും ഒരു തണുത്ത് ഫ്രീസ് ആയിട്ടിരിക്കുന്ന സാധനം പൊട്ടിത്തെറിക്കില്ല. അതുപോലെ തന്നെയാണ് മനുഷ്യരും. നമ്മൾ സെൽഫ് ലവും ഉള്ള ആളാണ്, നമ്മൾ ഉള്ളിൽ നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ അവിടെ ഒരു പൊട്ടിത്തെറി, ഒരു ഇമോഷണൽ ബേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ആദ്യം നമ്മുടെ ഉള്ളെന്തായിരിക്കണം, വളരെ കാമായിട്ട് മാറിയിരിക്കണം. അപ്പൊ ഇന്നത്തെ നമ്മൾ സംസാരിക്കുന്നത് റിലേഷൻഷിപ്പ് വിത്ത് സെൽഫ് ആൻഡ് അതേഴ്സ്. അതായത് ഇന്നർ അലൈൻമെന്റ് ക്രിയേറ്റ്സ് ഔട്ടർ ഹാർമണി. നമ്മുടെ ഉള്ളെങ്ങനെയാണോ, അല്ലെ, നമ്മുടെ ഉള്ളു തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പുറമേ എത്ര കോൺഫിഡന്റ് ആണ്, ഹാപ്പിയാണ് എന്നൊക്കെ അഭിനയിച്ചാലും ഉള്ളു പെടയുകയാണെങ്കിൽ കുറെ നേരമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഭിനയിക്കാൻ പറ്റും. പക്ഷെ ചില സമയങ്ങളിൽ നമുക്ക് കൈവിട്ടു, അല്ലെ? നമ്മുടെ ഉള്ളു പെടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ പല സമയങ്ങളിലും നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാപ്പിയാണ് അല്ലെങ്കിൽ നമ്മൾ കോൺഫിഡന്റ് ആണ് എന്നൊക്കെ കാണിക്കും.
നമ്മൾ കുറച്ചു നേരമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഭിനയങ്ങൾ നടക്കും. പക്ഷെ എന്താണ്, ഒരു മൊമെന്റ് എത്തുമ്പോ ഈ അഭിനയം നടക്കില്ല. ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം. ഒരു കുട്ടി, ആ കുട്ടി സ്കൂളിലെ ടോപ്പറാണ്. പക്ഷെ ആ കുട്ടിക്ക് ഉള്ളിലൊരു കോംപ്ലക്സ് ഉണ്ട്. അതായത് നന്നായിട്ട് പഠിക്കും, ഒക്കെ ആള് ഇതാണ്. പക്ഷെ അവന്റെ തോന്നല്, കാരണം ബാക്കിയുള്ള കുട്ടികളെല്ലാം ഭയങ്കര ആക്റ്റീവായിട്ട് ഓടിച്ചാടി കളിക്കുന്നു, അതുപോലെ പാട്ട് പാടുന്നു, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇവൻ അത്രയും ആക്റ്റീവായിട്ട് ഇതിലൊന്നും, കാരണം ഓരോരുത്തർക്കും ഓരോ ടാലന്റ് ആണ് ഉള്ളത്. ഇവന് പഠനത്തിലും അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ടാലന്റ്. പക്ഷെ ഇവൻ നോക്കുമ്പോ ബാക്കി കുട്ടികളാണ് വളരെ ആക്റ്റീവ്, ടീച്ചർമാരുടെ അടുത്ത് ഒരുപാട് സംസാരിക്കുന്നു. അപ്പൊ ടീച്ചർമാർ തിരിച്ചു, കാരണം ഇവൻ മറ്റുള്ളവരുടെ അടുത്ത് കാര്യമായിട്ട് സംസാരിക്കുന്നൊന്നുമില്ല. പക്ഷെ ഇവൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, ക്ലാസ്സിലെ ടോപ്പറാണ്. പക്ഷെ ഇവന്റെ മനസ്സിന്റെ ഉള്ളില് ഒരു തോട്ടുണ്ട്, ഇവൻ എല്ലാവർക്കും ഇഷ്ടമാണ് ഇപ്പോ, കാരണം ഇവൻ ആ ടോപ്പറായിട്ട് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇവന് ഇഷ്ടം. ഇവന്റെ മാർക്ക് എപ്പോ കുറയുന്നു, കാരണം അവൻ നോക്കുമ്പോ ബാക്കിയുള്ളവർ സംസാരിക്കുന്നു, കളിക്കുന്നു, ഓടുന്നു, ചാടുന്നു, അത്രയൊന്നും ഇവനെ അനലൈസ് ചെയ്തിട്ട് ഈ കഴിവുകളൊന്നും എനിക്കില്ല, ഈ കഴിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവരാരും എന്നെ അംഗീകരിക്കില്ല, എന്റെ ആകെയുള്ള കഴിവ് പഠനത്തിൽ മാത്രം ആണ്. ആ പഠനത്തിൽ ഞാൻ എവിടെയെങ്കിലും ഒരു കുറവ് വരുത്തിയിട്ടുണ്ടെങ്കിൽ എന്നെ ഇവര് ഒട്ടും അംഗീകരിക്കില്ല എന്നുള്ള ഒരു തോട്ടാണ്. അങ്ങനെയുള്ള ഒരു കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അവൻ പഠിക്കുന്നത് തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ഷൈൻ ചെയ്യാനും, കാരണം ബാക്കിയുള്ളവരെ പോലെ അത്രയും ഞാൻ ആക്റ്റീവ് അല്ല എന്നുള്ള ഒരു കോംപ്ലക്സ് മനസ്സിൽ കിടക്കാണ്. പക്ഷെ ആൾ ഓക്കെയാണ്, ബാക്കി ഫ്രണ്ട്സിന് ആർക്കും ഈ ഒരു തോന്നൽ അവനോടില്ല. അവരെല്ലാം ഇവനെ സ്നേഹിക്കുന്ന, ഇവന്റെ മാർക്ക്, ഇവൻ ടോപ്പ് സ്കോറർ ആയതുകൊണ്ടൊന്നുമല്ല. പക്ഷെ ഇവന്റെ തോട്ട് അതാണ്. ഇങ്ങനെ ഒരു തോട്ടോട് കൂടിയാണ് ആ കുട്ടിയെങ്കിൽ ആ കുട്ടിക്ക് എന്നും എന്തായിരിക്കും, എപ്പോഴെങ്കിലും ഒരു മാർക്ക് കുറയുമ്പോഴത്തേക്കും അതൊരു സ്ട്രെസ് ആയിരിക്കും, അല്ലേ? ഒരു മാർക്ക് കുറയുമ്പോ അല്ലെങ്കിൽ അപ്പൊ അവന് തോന്നുന്നു, അയ്യോ എനിക്ക് ഇവരുടെ അത്രയും കഴിവ് കാര്യങ്ങളൊന്നുമില്ല, ഈ മാർക്കിലാണ് ഞാൻ പിടിച്ചിരിക്കുന്നത്, ഈ മാർക്കും കൂടെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെന്നെ കാര്യമാക്കാതാവോ, ഞാൻ ഒന്നും അല്ലാണ്ടായി പോവോ എന്നുള്ള ഒരു തോട്ട് അവന്റെ ഉള്ളിൽ എപ്പോഴും ഇങ്ങനെ. ക്ലാസ്സിലെ ടോപ്പറാണ്, പക്ഷെ എപ്പോഴും മനസ്സിൽ എന്താ ഉള്ളത്, ഇന്നർ ടോക്ക് എന്താണ്, ഞാൻ പോരാ. അവനെ നോക്കുന്നത് മറ്റു ഫ്രണ്ട്സ് ടീച്ചേഴ്സിന്റെ അടുത്ത് പോയി എന്ത് പറയുന്നുണ്ട്, കളി തമാശകളും കാര്യങ്ങളും പറയുന്നുണ്ട്. ആ സമയത്ത് ഇവരും പറയുന്നുണ്ട്, പക്ഷെ ഇവൻ ആ പറച്ചില് മറ്റുള്ളവരുടെ അത്രത്തോളം ഞാൻ എത്തുന്നില്ല, മറ്റുള്ളവരുടെ അത്രയും ആകുന്നില്ല, എനിക്ക് മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, ഈ മാർക്ക് ഉള്ളത് കൊണ്ട് മാത്രം എന്നെ എല്ലാവരും കാര്യമാക്കുന്നു, ഇനി മാർക്കും കൂടെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നുമല്ലാതായി പോകും എന്നുള്ളൊരു തോട്ട് മനസ്സിൽ. അതായത് അവിടെ സെൽഫ് ടോക്ക്, സെൽഫ് വർത്ത്, അവനെ കുറിച്ച് അവന് ഒരു വിശ്വാസമില്ലായ്മയുണ്ട്. പക്ഷെ കൂടെയുള്ള കുട്ടികൾ ആരും ഇവന്റെ മാർക്കോ കാര്യങ്ങളോ ഒന്നും നോക്കിയിട്ടല്ല, അവരുടെ ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ് ഈ കുട്ടീനെ കാണുന്നതും സ്നേഹിക്കുന്നതും. പക്ഷെ സംഭവിക്കുന്നത് എന്താണ്, ആ ഒരു സെൽഫ് വർത്ത് ഇല്ലാത്തത് കൊണ്ട് എന്ത് അച്ചീവ്മെന്റ് നേടിയാലും ഒരു ടെൻഷനാണ്, ഇനിയിപ്പോ ഒരു മാർക്ക് കുറഞ്ഞ എന്റെ ആ ഒരു ഡിഗ്നിറ്റി താന്നു പോകുമോ എന്നുള്ള തോന്നല് കാര്യങ്ങള്. അവിടെ ആ ഒരു സെൽഫ് വർത്ത് ഇല്ലാത്തത് കൊണ്ട് അവിടെ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്, ആ ഉള്ളിലുള്ള ഒരു പ്രഷർ അത് അവന്, അതായത് പഠിക്കാതെ കിടക്കുന്ന സമയത്ത് ഉറക്കക്കുറവ്, അല്ലെങ്കിൽ സ്ട്രെസ്, ആങ്സൈറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അവനെ കൊണ്ടെത്തിക്കുകയാണ് ചെയ്തത്. അപ്പോ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ആ ഒരു തോട്ട്, അല്ലാതെ കൂട്ടുകാരും അവന്റെ മാർക്ക് കണ്ടിട്ടാണോ അവനെ കൂട്ടുകാരനായിട്ട് സ്നേഹിച്ചത്? സാധാരണ കുട്ടികൾ ആരെങ്കിലും മാർക്ക് നോക്കി, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഇവരാരെങ്കിലും മാർക്ക് നോക്കിയിട്ടാണോ കുട്ടികളെ സ്നേഹിക്കുന്നതും കാര്യമാക്കുന്നതും? ഒരിക്കലല്ല. ഒരിക്കലും മാർക്കോ അല്ലെങ്കിൽ അവരുടെ കഴിവോ കാര്യങ്ങളോ ഒന്നും ആയിരിക്കില്ല.
എന്താണ് നമുക്ക് ഒരിക്കലും ടീച്ചേഴ്സ് കുട്ടികളെ അസസ് ചെയ്യുന്നത് ഇല്ല. മാർക്ക് കൂടുതൽ കിട്ടുന്ന കുട്ടികൾക്ക് നമുക്ക് അവർക്ക് വേണ്ട പരിഗണനകൾ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടാവും. പക്ഷെ ഒരിക്കലും അവരെ ആ ഒരു മാർക്കിന്റെ ബേസ്ഡ് അല്ലെങ്കിൽ ഒരാൾക്കൊരു കഴിവുണ്ട് മറ്റൊരു കുട്ടിക്ക് കഴിവില്ല, ഈ ഒരു വേർതിരിവ് അവിടെ വരുന്നില്ല. പക്ഷെ അവന്റെ മനസ്സിലുണ്ടായ ഈ ഒരു ഇന്നർ കോൺഫ്ലിക്റ്റ്, അതായത് അവന് സെൽഫ് വർത്ത് ഇല്ല, എനിക്ക് കഴിവില്ല എന്നുള്ളൊരു തോന്നൽ അവൻ എന്താണ് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. അതാണ് ഇന്നർ അലൈൻമെന്റ് ക്രിയേറ്റ് ഔട്ടർ ഹാർമണി. അപ്പൊ ഈ അവന് ശരിക്കും എല്ലാവരുമായിട്ട് ഇവര് ബാക്കിയുള്ള കുട്ടികൾ കളിക്കും പോലെ കളിതമാശയും കാര്യങ്ങളൊക്കെ പറയാനുള്ള കഴിവും കപ്പാസിറ്റി ഒക്കെ ഉണ്ട്. പക്ഷെ ഈ ഒരു കോംപ്ലക്സ് മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് ആ ഒരു സെൽഫ് വർത്ത് കുറവ് അവന് പുറത്തേക്ക്, അതായത് നമ്മൾ എങ്ങനെയാണ് ഉള്ളിൽ നമ്മൾ ഒന്ന് എന്താണ് ഓക്കെ അല്ലെങ്കിൽ ആ ഓക്കെ അല്ലായ്മ പുറത്ത് വരുന്നു. ഇന്നർ അലൈൻമെന്റ് ക്രിയേറ്റ്സ് അവർ ഔട്ടർ ഹാർമണി. അപ്പൊ നമ്മൾ പലപ്പോഴും ചിലപ്പോ എന്താണ് ചിലര് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ കോൺഫിഡന്റ് ആണോ അല്ലയോ എന്നുള്ള ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ ആ ഇന്നർ അലൈൻമെന്റ് എങ്ങനെയാണോ അത് അവരുടെ ഹാപ്പിനെസ്സിനെയും അവരുടെ എൻഡയർ, അതായത് മനസ്സിൽ ഇങ്ങനെ ഒരു ഡൗട്ട് ഫീലിംഗ് വന്നു കഴിഞ്ഞ് നമുക്ക് ഒരു സെൽഫ് ലവ് ഇല്ലാതെ വന്നു കഴിയുമ്പോൾ അത് നമ്മളുടെ അതായത് ഇമ്മ്യൂണിറ്റി പവറിനെ പോലും നമ്മളെ ഡൗൺ ആയി പോകുന്നതിന് അത് കാരണം. അതുപോലെ അണ്ടർസ്റ്റാൻഡിങ് ഇമോഷൻസ്. പലരും എന്താണ് ഈ മറ്റുള്ളവരെ എന്താണ് പ്ലീസ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ, അതായത് മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് അത് ചെയ്തു കൊടുക്കുന്നു ഇത് ചെയ്തു കൊടുക്കുന്നു, അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ഏറ്റവും ഇസിട്ട് ചെയ്തു കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? അവരിൽ നിന്നുള്ള ഒരു സ്നേഹം പിടിച്ചു മാറ്റും. കാരണം അവർക്ക് സ്വന്തം സ്നേഹം ഫീൽ ചെയ്യാൻ സാധിക്കുന്നില്ല. അവർക്ക് എവിടെന്നെങ്കിലും ഒരു ലവ് കിട്ടാൻ അവർ കൊതിക്കുകയാണ്. അപ്പൊ അവര് വിചാരിക്കുന്ന എന്താണ്, മറ്റുള്ളവർക്ക് എല്ലാം ചെയ്തു കൊടുത്താൽ അവര് നമ്മളെ സ്നേഹിക്കും, അവർ ആഗ്രഹിക്കുന്നതെല്ലാം ചെയ്തു കൊടുക്കും. ഇൻ കേസ് ഇനിയിപ്പോ എന്റെ അടുത്തൊരു കാര്യം പറഞ്ഞു, ഞാനത് നോ പറഞ്ഞത് കൊണ്ട്, ഞാൻ റിജക്ട് ചെയ്തത് കൊണ്ട് ഇനി എന്നെ വെറുത്താലോ, അല്ലെ, എന്നോട് ഇഷ്ടക്കേട് ഉണ്ടായാലോ, ആ ഒരു തോട്ട് നമ്മുടെ മനസ്സിൽ വരുന്നത് നമുക്ക് നമ്മളിൽ സെൽഫ് വർത്ത് ഇല്ലാതെ വരുമ്പോഴാണ്. നമുക്ക് നമ്മളെ ആവോളം സ്നേഹിക്കാൻ നമ്മളുള്ളപ്പോ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ലാത്ത കാര്യങ്ങൾക്ക് നമുക്ക് നോ പറയാം. അവര് നമ്മളെ സ്നേഹിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം? നമ്മളെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് 100% ആയിട്ട് അതിന്റെ എന്താണ് നമ്മുടെ തെറ്റുകളും ശരികളും നമ്മുടെ ഇല്ലായ്മയും നമ്മുടെ കഴിവ് കേടുകളും എല്ലാം പൂർണ്ണമായും മനസ്സിലാക്കി നമ്മളെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. അതാരാണ്? നമ്മള് തന്നെ. ഈവൻ പാർട്ട്ണർ എന്ന് പറയും, ലൈഫ് പാർട്ട്ണർ എന്ന് പറയും. പക്ഷെ ലൈഫ് പാർട്ട്ണറും ഒരിക്കലും അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ ലൈഫ് പാർട്ട്ണർ, ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ അനിൽ സാറൊക്കെ തമാശക്ക് പറഞ്ഞു, ഞങ്ങള് അഖില കേരള പീഡിത ഹസ്ബൻഡ് അസോസിയേഷന്റെ ആൾക്കാരാണെന്ന് തമാശക്ക് പറഞ്ഞു. ഒന്നുമില്ല, അവര് എന്താണ് ഇപ്പൊ ഹസ്ബൻഡ് വൈഫ് ആ ഒരു ഇത് വരുമ്പോ ഒരാൾക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ മറ്റേ ആൾ അത് അഡ്ജസ്റ്റ് ചെയ്യാണ്. അവിടെ ആ ഒരു രീതിയിലുള്ള റിലേഷൻഷിപ്പാണ് അവിടെ വരുന്നത്. പക്ഷേ നമ്മുടെ സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് അല്ല. കാരണം എന്റെ കുറവുകള് എനിക്കതിന് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് എന്റേതാണ്. കുറവ് ഉണ്ടെങ്കിൽ അതും എന്റേതാണ്, എനിക്ക് കഴിവുകൾ ഉണ്ടെങ്കിൽ അതും എന്റേതാണ്. അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു വേർഡ് പോലും വരുന്നില്ല. അപ്പോ നമ്മൾ എങ്ങനെ നമ്മുടെ നെഗറ്റീവും പോസിറ്റീവും എല്ലാം ഉൾക്കൊണ്ട് പൂർണ്ണമായും നമ്മളെ സ്നേഹിക്കാൻ പറ്റുന്നത് നമുക്ക് മാത്രമാണ്. മറ്റേതൊരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എന്താണ് നമ്മള് പറയില്ലേ, കലം ചട്ടിയാണെങ്കിൽ തട്ടി മുട്ടിയൊക്കെ ഇരിക്കും, അത് അങ്ങനെ പോകുന്നു എന്ന്. പക്ഷെ ഈ ഒരു തട്ടലിന്റെയും മുട്ടലിന്റെയും ഒന്നും ആവശ്യമില്ലാത്ത ഒരേ ഒരു ഇത് അല്ലെ, നമ്മളെ സ്നേഹിക്കുമ്പോൾ നമ്മളായിട്ട് ഇരിക്കുമ്പോഴായിരിക്കും.
അപ്പൊ നമ്മൾ മറ്റുള്ളവരെ പ്ലീസ് ചെയ്യുന്നതിന്റെ കാരണം എന്താണ്? അവരിൽ നിന്ന് നമ്മൾ സ്നേഹം, അവരിൽ നിന്നുള്ള റിജക്ഷൻ അത് പേടിച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് നമ്മളെ പൂർണ്ണമായും സ്നേഹിക്കാൻ സാധിക്കുമ്പോൾ നോ പറയേണ്ട അവസരങ്ങളിൽ നമുക്ക് നോ പറയാൻ സാധിക്കും. അല്ലാത്തപ്പോഴാണ് പലപ്പോഴും നമുക്ക് നോ പറയേണ്ട സമയങ്ങളിൽ നോ പറയാൻ പറ്റാതെ പോകുന്നത്. അതുപോലെ നമ്മൾ ഇപ്പോൾ ഉള്ള ഒരു പണ്ട് കാലത്തെ ഒരു പ്രശ്നമില്ലായിരുന്നു, ഇപ്പൊ ഏറ്റവും കൂടുതലുള്ളതാണ് സോഷ്യൽ മീഡിയ. അപ്പൊ നമ്മളെ വാലിഡേറ്റ് ഇതാക്കുന്നത് സോഷ്യൽ മീഡിയയിൽ സ്റ്റാറ്റസ് ഇട്ടിട്ട് എത്ര ലൈക്ക് ഉണ്ട്, അത് നമ്മുടെ ഇമോഷനെ അത് ബാധിക്കുന്നുണ്ട്. ഞാനൊരു സംഭവം ഇട്ടു, എന്നിട്ട് അതിന് ലൈക്ക് കിട്ടിയില്ല, കുറഞ്ഞു പോയി. ചിലപ്പോ ആ ഇട്ട സമയം നല്ല തിരക്കുള്ള, എല്ലാവരും തിരക്ക് പിടിച്ച്, നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ളവരെല്ലാം തിരക്ക് പിടിച്ചിരിക്കുന്ന ആ ഒരു സമയത്താണ് നമ്മൾ ഇട്ടത്. അതുകൊണ്ടായിരിക്കും ചിലപ്പോ അവര് ലൈക്ക് തരാത്തത്. ചിലപ്പോ അത് കണ്ടിട്ടുണ്ടാവില്ല. ചിലപ്പോ ആ സമയത്ത് ഇതിനേക്കാൾ ഒരു രസകരമായ ഒരു സംഭവം സർക്കുലേറ്റ് ചെയ്ത് പോകുന്നുണ്ടാവും. അപ്പൊ അതിനായിരിക്കും അവർ ഇമ്പോർട്ടൻസ് കൊടുത്തത്, പല കാരണങ്ങളും. പക്ഷെ ഞാൻ വാലിഡ് ചെയ്യുന്ന എന്താണ്? ഞാൻ ഒരു സ്റ്റാറ്റസ് ഇട്ടു, ആ സ്റ്റാറ്റസിന് എത്ര ലൈക്ക് ഉണ്ട്, എത്ര ഷെയർ ഉണ്ട്, അയ്യോ ഇത് കുറഞ്ഞു പോയല്ലോ, അത് നമ്മുടെ ഇമോഷനെ ബാധിക്കണം. ഇതെല്ലാം കാണിക്കുന്നത് എന്താണ്? നമ്മുടെ സെൽഫ് ലവ്. ഞാൻ ചെയ്ത, എന്നെ ഇഷ്ടപ്പെടുന്ന എനിക്കാണെങ്കിൽ ഈ മറ്റുള്ളവരുടെ ലൈക്ക്, മറ്റുള്ളവരുടെ ഇതെല്ലാം നമ്മളെ ഇതാവണ്ടേ. നമുക്ക് സ്വന്തം ഒരു സെൽഫ് വർത്ത് നമുക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ പലപ്പോഴും കമ്മ്യൂണിക്കേഷനിലൊക്കെ വരുന്ന പല ടോക്സിക് റിലേഷൻഷിപ്പും ഉണ്ട്. ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അതായത് നമ്മുടെ ക്രിട്ടിസൈസ് ചെയ്യുന്ന, നമ്മളെ കുറ്റപ്പെടുത്തുന്ന, ബ്ലെയിം ചെയ്യുന്ന ഒരു രീതിയിലുള്ള ഒരു ആളുകൾ നമ്മുടെ അടുത്തൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആളുകള് നമ്മുടെ ഈ ഒരു സെൽഫ് ലവ് നശിപ്പിക്കുന്നതാണ്. ആ കമ്മ്യൂണിക്കേഷൻ നമ്മൾ അവിടെ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവിടെ സ്റ്റോപ്പ് പറയണം, നോ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് മാറണം. ഇനി ചിലപ്പോ ഈ ടോക്സിക് റിലേഷൻഷിപ്പ് വരുന്നത് ചിലപ്പോ ഫാമിലി ലൈഫില് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഒക്കെ ആണെങ്കിൽ, അങ്ങനെയുള്ള കണ്ടീഷൻസ് വരുമ്പോൾ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ഡിസോർഡർ ആണ്. പിന്നെ നമുക്ക് ആ സാഹചര്യം വെച്ചിട്ട് എങ്ങനെ നമുക്ക്, പലർക്കും നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ആ ഹസ്ബൻഡ്മാരുണ്ടെങ്കിൽ ചിലതൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നതായിരിക്കാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പോകാം. അല്ല, നമുക്ക് ഒട്ടും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അവിടെ എന്ത് ചെയ്യുക? അവിടെ ആ റിലേഷൻ ബ്രേക്ക് ചെയ്യുക തന്നെ വേണം. അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് ലവ് നഷ്ടപ്പെട്ട് നമ്മളൊന്നും അല്ലാതായി മാറും. അതായത് നമുക്ക് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞാൽ അത് വളരെ ഒരു സൈക്കോളജിക്കൽ ഡിസോർഡർ തന്നെയാണ്. അങ്ങനെയുള്ള ഒരാളാണ് നമ്മുടെ പാർട്ട്ണർ എങ്കിൽ നമ്മുടെ എന്താണ് പോകുന്നത്? സെൽഫ് ലവ് ആണ് അവര് നശിപ്പിക്കുന്നത്. അങ്ങനെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലാണ് നമ്മൾ പെട്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ അവിടെ നോ തന്നെ പറയണം. അതായത് നമുക്ക് നമ്മുടെ സെൽഫ് വർത്ത് മനസ്സിലാക്കി നമ്മൾ പോയില്ലെങ്കിൽ നമ്മളെ തന്നെ ഇല്ലാതായി പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. എന്നിട്ട് നമ്മൾ ഈ ടോക്സിക് റിലേഷൻഷിപ്പിന്റെ ഇടയിലും കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ മൈൻഡ് വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഇരുന്നിട്ട് നമ്മൾ ഇമോഷണലി അലൈൻഡ് ആവണം എന്ന് പറഞ്ഞാൽ സാധിക്കുമോ? നമ്മൾ റിയാലിറ്റി എന്നുള്ള കാര്യം അല്ലാതെ ഇമോഷണലി റിയലൈൻഡ് ആവുക എന്ന് പറഞ്ഞ നോർമൽ കാര്യങ്ങളുടെ ആയിരുന്നു നമ്മൾ ഇത്രയും പറഞ്ഞത്. ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞത് നമ്മളൊരു ടോക്സിക് റിലേഷൻഷിപ്പിലാണ് അല്ലെങ്കിൽ പ്രശ്നത്തിലാണ് ഉള്ളത്. ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് ഉദ്ദേശിച്ചത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി പോലുള്ള കാര്യങ്ങളാവാം. അല്ല, നമ്മളെ എപ്പോഴും നമ്മുടെ ഒരു ഫ്രണ്ടാണ്, പക്ഷെ നമ്മൾ എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മളെ ബ്ലെയിം ചെയ്യുന്നു, അങ്ങനെ ഒരാളാണെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. നമുക്ക് നമ്മുടെ സെൽഫ് വർത്ത് അല്ലെങ്കിൽ നമുക്ക് സെൽഫ് ലവ് ഉണ്ടായിരിക്കണം. നമുക്ക് സെൽഫ് ലവ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മറ്റുള്ളവരെയും സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ എപ്പോഴും എന്താണ്? ബൗണ്ടറി സെറ്റ് ചെയ്യുക. ഇതുപോലെ നമ്മുടെ മനസ്സിനെ മുറിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അത് ഹീൽ ചെയ്യുക. നമ്മുടെ മനസ്സ് കലുഷിതമാണെങ്കിൽ അവിടെ ഇമോഷണൽ റിയലൈൻമെന്റ് നമുക്ക് ഏറ്റവും വേണ്ടത് നമ്മുടെ മൈൻഡ് കാമായിട്ട് നിർത്തുക എന്നതാണ്.
അപ്പോ ഒരിക്കലും സെൽഫ് ലവ് എന്ന് പറയുന്നത് ERAയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അധ്യായം തന്നെയാണ്, അല്ലാതെ ആവശ്യമില്ലാതെ കുത്തി നിറച്ച ഒരു അധ്യായം അല്ല. കാരണം നമ്മുടെ മൈൻഡ് കാമാണ്, നമ്മൾ ഓക്കെ ആണെങ്കിൽ അവിടെ എന്താണ്, നമുക്ക് പുറമേ നിന്നുള്ള എക്സ്റ്റേണൽ വരുന്ന ഏതൊരു കാര്യത്തെയും നമുക്ക് ഇമോഷണലി അലൈൻ ചെയ്ത് കൊണ്ടുപോകാൻ അവിടെ ഒരിക്കലും ഒരു ഇഷ്യൂസും ഉണ്ടാവില്ല. നമുക്ക് നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നമുക്കുള്ളത് 2 ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആണ്. റിലേഷൻഷിപ്പ് വിത്ത് സെൽഫ്, റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്. അതായത് ഞാൻ ആദ്യം പറഞ്ഞു, എന്റെ തോട്ട് ഞാൻ ഇങ്ങനെയാണ് എന്നുള്ള എന്റെ ഉള്ളിലേക്കുള്ള തോട്ടാണ് എന്റെ സെൽഫ് വർത്തിന് കാരണം. അപ്പൊ ആ ഒരു തോട്ട് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ആരോടാണ്? നമുക്ക് ഏറ്റവും ഫ്രീ ആയിട്ട്, ഏറ്റവും ഈസി ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന, ഏറ്റവും കൂടുതൽ ടൈം കിട്ടുന്ന ഒരാളോട് സംസാരിക്കാനാണ്. ഇതാരോടാണ്? യെസ്, നമ്മളോട് തന്നെ. നമുക്ക് എന്തും പറയാം. നമ്മള് ഫ്രണ്ട്സിന്റെ അടുത്ത് കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. അതിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് ഏറ്റക്കുറച്ചിലുകൾ വരുത്തിയാണ് പറയാറുള്ളൂ. സത്യല്ലേ? ആളെ ഹർട്ട് ചെയ്യിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ പറയാറുണ്ട്, അല്ലെങ്കിൽ നടന്ന സംഭവത്തെ ഒന്ന് വളച്ചൊടിച്ച് പറയാറുണ്ട്, ഇല്ലേ? ഈവൻ വൈഫിന്റെ അടുത്താണെങ്കിലും നമ്മുടെ സേഫ്റ്റി നോക്കിയിട്ടേ നമ്മൾ സംസാരിക്കാറുള്ളൂ, അല്ലേ വിമൽ സാറേ? അല്ലേ? അവിടെ നമ്മുടെ സേഫ്റ്റി നോക്കിയിട്ടേ നമ്മൾ സംസാരിക്കാറുള്ളൂ. അവിടെ ആ പറയുന്ന വാക്കുകളിൽ ചെറിയ ഇത് വരുത്താറുണ്ട്. പക്ഷെ നമ്മള് ഓപ്പൺ ആയിട്ട് ഒരു കളവും വരുത്താതെ ഏത് ഇമോഷൻ ആണോ, ഇങ്ങനെയാണോ അങ്ങനെ തന്നെ മുഴുവനായും നമ്മൾ പറയുന്നത് ഒരേ ഒരാളോടാണ്, അല്ലേ? ആ പൂർണ്ണമായും നമ്മൾ പറയുന്നത് നമ്മൾ നമ്മുടെ സെൽഫിനോടാണ്. ആരെങ്കിലും സെൽഫിനോട് നുണ പറയാറുണ്ടോ? ഞാൻ അങ്ങനെ എല്ലാവർക്കും ചെയ്തത് എന്ന് ഇതുവരെ ആരെങ്കിലും സെൽഫിനോട് എന്തെങ്കിലും നുണ പറഞ്ഞിട്ടുണ്ടോ? ഈ കൂട്ടത്തിലിരിക്കുന്ന ആരെങ്കിലും സെൽഫിനോട് എന്തെങ്കിലും ഇത്രയും വർഷമായിട്ടും സെൽഫിനോട് ഒരു നുണ പറഞ്ഞ ഒരാളുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യും, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് അതൊന്ന് ഞങ്ങളുടെ അടുത്ത് പറയുക. ഒരിക്കലും ഇല്ല, അല്ലെ? നമ്മൾ അഫർമേഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. എന്താണ്, നമ്മൾ വിശ്വസിച്ച് തന്നെയാണ് പറയുന്നത് ഞാൻ ബ്രില്യന്റ് ആണ്. നമ്മൾ ഒരിക്കലും നുണയല്ല, നമ്മൾ അങ്ങനെ ആകാൻ ആഗ്രഹിക്കും, നമ്മൾ ആണ് എന്ന് വിശ്വസിച്ച് തന്നെയാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ ഒരിക്കലും നമ്മൾ എന്താണ് ഒരു കളവോ കാര്യങ്ങളോ ഒന്നും പറയാത്ത, നമ്മുടെ തോട്ട് എന്താണോ, നമ്മൾ ഏത് തോട്ടാണ് നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കുന്നത് അതാണ് നമ്മൾ ഇന്നലെ പഠിച്ചപ്പോ പറഞ്ഞായിരുന്നു, നമ്മള് റിയൽ ആയിട്ട് കാണുന്ന ലോകമല്ല ലോകം, നമ്മുടെ മനസ്സ് കാണിച്ചു തരുന്ന ലോകമാണ് നമ്മൾ. അതായത് നമ്മൾ എന്ത് തോട്ടാണോ നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കുന്നത് അതാണ് നമ്മുടെ മനസ്സിന്റെ റിയാലിറ്റി. നമ്മൾ എന്ത് ഇമോഷനാണോ നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കുന്നത്, ഞാൻ ഹാപ്പിയാണ് എന്നുള്ള ഇമോഷനാണ് നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കുന്നതെങ്കിൽ അപ്പൊ നമ്മൾ എന്താണ്, ഹാപ്പിയാണ്. അവിടെ ഒരു ട്രസ്റ്റിന്റെ ഇത് വരുന്നില്ല. നമ്മുടെ സ്വന്തം ഐഡന്റിറ്റി, ഞാൻ ഇന്നതാണ് എന്നുള്ള ഐഡന്റിറ്റി, ഇതാണ് ആ ഒരു റിലേഷൻഷിപ്പ്, നമുക്ക് നമ്മളോട് തന്നെ ഉള്ള ഒരു റിലേഷൻഷിപ്പ്. അതുപോലെ തന്നെ നമുക്ക് എന്തുണ്ട്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, സൊസൈറ്റി, ഫ്രണ്ട്സ്, അങ്ങനെ എല്ലാവരുമായിട്ട് നമുക്ക് എന്താണ് റിലേഷൻ ഉണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് റിലേഷൻ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നമ്മളോടുള്ള റിലേഷനാണ്. അതൊരിക്കലും സെൽഫിഷ്നെസ് അല്ല. നമ്മള് പലപ്പോഴും ചിന്തിക്കുന്നത് എങ്ങനെയാണ്, നമ്മളൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ പ്രയോറിറ്റി മറ്റുള്ളവർക്ക് കൊടുക്കുന്നു, അവിടെ നമുക്ക് പ്രയോറിറ്റി കൊടുക്കില്ല. എന്നിട്ട് റീസൺ പറഞ്ഞ എന്താ, അത് സെൽഫിഷ്നെസ്. ഒരിക്കലും സെൽഫിഷ്നെസ് അല്ല. നമ്മൾക്ക് നമ്മളെ ഇപ്പോ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നോക്കിയാൽ മാത്രമാണ് നമുക്ക് നാളെ, ഇപ്പൊ നമ്മൾ ഗിഫ്റ്റ് വാങ്ങിച്ച ആൾക്ക് നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ഇനിയൊരു ദിവസവും വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ നമ്മൾ പെർഫെക്റ്റ് ആണ്, നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോഴാണ് നമുക്ക് വീണ്ടും അത് ചെയ്യാൻ സാധിക്കുന്നത്. പ്രയോറിറ്റി ആർക്കാണ് കൊടുക്കേണ്ടത്? ഏതൊരു കാര്യമാകട്ടെ അവിടെ പ്രയോറിറ്റി, ഫസ്റ്റ് പ്രയോറിറ്റി, അത് ഒരിക്കലും എന്താണ് സെൽഫിഷ്നെസ് അല്ല. കാരണം
നമ്മുടെ വൈഫിനേക്കാൾ അല്ലെങ്കിൽ നമ്മുടെ മക്കളെക്കാൾ ഒക്കെ പ്രയോറിറ്റി വേണ്ടത് നമുക്ക് നമ്മളോട് തന്നെയാണ്. കാരണം നമ്മൾ അച്ഛനും അമ്മയും വളർത്തുന്നു, ഒരു കാലഘട്ടം കഴിയുമ്പോൾ കല്യാണം കഴിപ്പിച്ചു വിടുന്നു, അവരിൽ നിന്ന് അല്ല. അപ്പോ നമ്മളാണെങ്കിൽ നമ്മുടെ പിള്ളേരെ ഇതാകും. ഇനി കിളികളൊക്കെ ആണെങ്കിലാണ് കുത്തി പറത്തി വിടുകയാണ് ചെയ്യുന്നത്. അവിടെ ആ റിലേഷനിൽ എന്താണ്, അവിടെ ആ കിളിനെ കുത്തി പറത്തി വിടുകയാണ് ചെയ്യുന്നത്. അവിടെ ആ റിലേഷൻഷിപ്പിന് മാറ്റം പോകും. ഇനി നമ്മൾ ഏറ്റവും പൊന്നെ കരളെ തേനെ എന്ന് പറഞ്ഞ് ഏറ്റവും ചേർത്ത് പിടിക്കുന്ന നമ്മുടെ മക്കള്, അവരൊരു സമയം വരുമ്പോ എന്ത് ചെയ്യും? നമ്മളെ അവരുടേതായ ഒരു കാലഘട്ടം വരുമ്പോ അവര് പോകും. ഇനി ഹസ്ബൻഡും വൈഫും ലൈഫ് പാർട്ട്ണറാണ് എന്നൊക്കെ പറയുന്നു, എന്നാലും ഒരു സമയത്ത് നല്ല സ്നേഹനിധികളായ ഹസ്ബൻഡ് വൈഫ് ആണെങ്കിലും എന്താണ്, അവർക്കും ചില സമയങ്ങളിൽ മാറേണ്ടതായിട്ട് വരും. ഈ ചിലത് അടിച്ചു പിരിയുന്ന രീതിയിലുള്ളതുണ്ടെങ്കിൽ അത് ആ രീതിയിലും പോകും. പക്ഷെ ഈ പറഞ്ഞ എല്ലാം സംഭവിക്കുമ്പോഴും, എന്തെല്ലാം സംഭവിക്കുമ്പോഴും നമ്മളോടൊപ്പം ഉള്ളത്, ജനിച്ച അന്ന് മുതൽ മരണം വരെ നമ്മളോടൊപ്പം കൂട്ടായി ഉള്ളത് നമ്മൾ മാത്രമാണ്. അപ്പൊ ആ നമ്മളെയാണ് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്. അതായത് നമുക്ക് നമ്മളിൽ ഒരു സെൽഫ് അവയർനെസ് ഉണ്ടായിരിക്കണം. അതുപോലെ നമ്മളോട് ഒരു ദയ ഉണ്ടായിരിക്കണം. അതായത് ഇതിന് മുന്നത്തെ ക്ലാസ്സുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഫ്രണ്ട് ഒരു തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ പോട്ടടാ, ശരിയാ, തെറ്റുകൾ മനുഷ്യ സഹജമാണെന്ന് പറഞ്ഞ് നമ്മൾ അവരെ ആശ്വസിപ്പിക്കും. പക്ഷെ ഞാൻ സ്വന്തം ഒരു തെറ്റ് വരുത്തിയാൽ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തുന്നത് പുറമേ നിന്നുള്ള ആയിരിക്കില്ല, നമ്മൾ തന്നെയായിരിക്കും. അത് പാടില്ല. അവിടെ എന്ത് ചെയ്യണം? നമ്മളോടൊരു അതെ ശരിയാണ്, എനിക്കൊരു തെറ്റ് പറ്റി, പോട്ടെ, എല്ലാവർക്കും തെറ്റുപറ്റും, അതുപോലെ എനിക്കൊരു തെറ്റ് പറ്റി, നമുക്ക് സ്വന്തം നമ്മളോടൊരു ദയ. എന്ത് കാര്യങ്ങളും വരുമ്പോൾ എനിക്കൊരു വയ്യായിക വന്നു, മറ്റുള്ളവരെല്ലാം നമ്മളെ ആ സമയത്ത് നോക്കേണ്ടത് ആരായിരിക്കണം? ഏറ്റവും കൂടുതൽ കരുതൽ നൽകേണ്ടത് നമ്മൾ തന്നെയായിരിക്കണം. അതുപോലെ നമുക്ക് നമ്മളോടൊരു റെസ്പെക്ട് ഉണ്ടായിരിക്കണം. കാരണം നമ്മളെ റെസ്പെക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ലോകം നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ വിശ്വസിക്കുക. അതുപോലെ ഒരു സെൽഫ് ബൗണ്ടറി വേണം. എവിടെ നോ പറയണോ അവിടെ, അതായത് നമ്മുടെ പ്രയോറിറ്റി, നമുക്ക് വേണ്ട കാര്യങ്ങളിൽ നമ്മൾ നിൽക്കുക. നമുക്കൊരു സെൽഫ് ബൗണ്ടറി വേണം. ഏതൊരു റിലേഷൻഷിപ്പ് ആവട്ടെ, അവിടെ നമുക്ക് നോ പറയേണ്ട സ്ഥലത്ത് നമ്മൾ നോ പറഞ്ഞ്, അതായത് ഞാൻ നല്ല ടയേർഡാണ്, എന്റെ ഫ്രണ്ട്സ് വന്നിട്ട് പറഞ്ഞു നമുക്കൊന്ന് കറങ്ങാൻ പോകും, ഞങ്ങൾ അത്രയും ചങ്ക് ഫ്രണ്ട്സ് എന്ന് പറയില്ലേ, ചങ്ക് ഫ്രണ്ട്സാ. അപ്പൊ ഞാൻ ചെന്നില്ലെങ്കിൽ അവർക്ക് സങ്കടമാവോ? അല്ല, അവിടെ പ്രയോറിറ്റി ഞാൻ വയ്യ, എനിക്ക് ഇപ്പൊ വേണ്ടത് റെസ്റ്റ് ആണ് എന്നുള്ള കാര്യം, സെൽഫ് അവയർനെസ് എനിക്കുണ്ടെങ്കിൽ ചങ്ക് ഫ്രണ്ട്സ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അവിടെ നോ നമ്മൾ പറയണം. അപ്പൊ നമുക്കൊരു ബൗണ്ടറി നമ്മൾ തന്നെ സെറ്റ് ചെയ്യണം. അപ്പോ നമുക്ക് ശരിക്കും വേണ്ടത് നമ്മളെ കുറിച്ചൊരു അവയർനെസ് വേണം. ഞാൻ ആദ്യം പറഞ്ഞു, എന്താണോ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കുന്നത് അതാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുവന്നത്. അതായത് പറഞ്ഞു, അത്രയും എന്താണ് കഴിവുള്ളൊരു കുട്ടിയായിരുന്നു, പക്ഷെ കുട്ടിയുടെ ഉള്ളിലുള്ള തോട്ട് നെഗറ്റീവായി. അതായത് സെൽഫ് ടോക്ക്, നമ്മളോട് പറയുന്ന സെൽഫ് ടോക്ക് പോസിറ്റീവ് അല്ലെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ടും അതുപോലെ. അപ്പൊ നമ്മളെ കുറിച്ച് നല്ലൊരു അവയർനെസ് വേണം. നമ്മളുടെ ഇമോഷൻ എന്താണ്, ഏതൊക്കെ ഇമോഷൻസ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളെ ട്രിഗർ ചെയ്യുന്നത്, എനിക്ക് വേണ്ടത് എന്താണ്, എന്റെ ബിഹേവിയർ എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമ്മളെ കുറിച്ച് നമുക്ക് സെൽഫ് ലവ് ഉണ്ടാകണമെങ്കിൽ നമ്മളെ കുറിച്ച് നമുക്കൊരു അവയർനെസ് വേണം. അല്ലാതെ മറ്റൊരാൾ വന്ന് പറയുന്ന നമ്മളല്ല നമ്മൾ. ഒരാൾ കുറ്റപ്പെടുത്തി, നമ്മളെ ബ്ലെയിം ചെയ്തു, ക്രിട്ടിസൈസ് ചെയ്തു, ചിലപ്പോ അത് അവര് വെറുതെ ക്രിട്ടിസൈസ് ചെയ്തായിരിക്കും, പക്ഷെ നമ്മളത് ചിലപ്പോ എന്ത് ചെയ്യും, അപ്പാടെ ഉള്ളിലേക്ക് എടുക്കും. അത് പാടില്ല. നമുക്ക് എന്താണ്, നമ്മളെ കുറിച്ചൊരു സെൽഫ് അവയർനെസ് ഉണ്ടായിട്ട് ഇൻ കേസ് ഒരാള് നമ്മളെ നല്ല രീതിയിൽ ബ്ലെയിം ചെയ്യല്ല, ഇങ്ങനെ ആയിരുന്നെങ്കിൽ ബെറ്റർ ആണ് എന്നുള്ള രീതിയിൽ നമ്മുടെ അടുത്ത് പറയുമ്പോൾ
നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ ബിഹേവിയർ പാറ്റേണിൽ ചേഞ്ച് വരുത്തുക. അപ്പോ നമ്മുടെ സെൽഫ് വർത്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരിക. അതുപോലെ നമ്മൾ ഓവർ തിങ്ക് ചെയ്യല്ല വേണ്ടത് ഒരിക്കലും. ഒരാളൊരു കാര്യം പറഞ്ഞു, ഇതിങ്ങനെ ആയിരുന്നത് കൊണ്ടായിരിക്കാം, അങ്ങനെ നമ്മൾ ഓവർ തിങ്ക് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഫിയർ കൂടി നമ്മുടെ ഒരു കാര്യം ഒരാൾ പറഞ്ഞു, നമ്മളെ കുറിച്ച് അവയർനെസ് ഇല്ല എങ്കിൽ നമ്മൾ ആ പറഞ്ഞ വാക്കില് പിന്നീടും നമ്മൾ കൂടുതൽ ചിന്തിച്ചിട്ട് നമ്മൾ നെഗറ്റീവിലേക്ക് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. നമുക്ക് എന്താണ്, നമ്മളെ കുറിച്ച് ഓവർ തിങ്ക് ചെയ്യല്ല വേണ്ടത്, വ്യക്തമായ ഒരു അവയർനെസ് നമുക്ക് ഉണ്ടായിരിക്കണം. ഒരിക്കലും നെഗറ്റീവ് സെൽഫ് ടോക്ക് പാടില്ല. അതായത് ആ മോന് സംഭവിച്ചത് എന്താണ്? ആ മോന് ബാക്കിയുള്ളവരെ പോലെ സംസാരിക്കാനും കൂട്ടുകൂടാനും കളിക്കാനും ഒക്കെയുള്ള ഇതുണ്ട്. പക്ഷെ ആ ഒരു തോട്ട് എനിക്ക് അത്ര പറ്റുന്നില്ല എന്നുള്ള തോട്ടാണ് മറ്റുള്ളവരുടെ അടുത്ത് മിങ്കിൾ ചെയ്യുന്നതിൽ നിന്ന് പുറകോട്ട് വലിപ്പിച്ചത്. അത് മാത്രല്ല, ഇനി എന്റെ മാർക്ക് കുറഞ്ഞാൽ അത് വീണ്ടും ഇഷ്യൂ ആവുന്നുള്ള തോട്ട് കാരണം വീണ്ടും ആൻസൈറ്റി, സ്ട്രെസ്. അപ്പൊ അതെന്താണ്? അത് മൊത്തത്തിൽ നെഗറ്റീവിലേക്ക് പോവാണ്. അപ്പൊ നമുക്ക് ഒരിക്കലും സെൽഫ് ടോക്ക്, നെഗറ്റീവ് സെൽഫ് ടോക്ക് പാടില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന നമ്മുടെ ഉള്ളിലേക്ക് തന്നെയാണ്. അവിടെ എന്തായിരിക്കണം? നമ്മള് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ ഇട്ടുകൊടുക്കാം. നമ്മളെ വളരെ കൈൻഡ് ആയിട്ട് കണ്ട് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ, മിസ്റ്റേക്ക് സാധാരണയാണ്, ഡോണ്ട് വറി, നമ്മൾ തന്നെ നമ്മളെ ഇതാക്കി നമ്മളെ പോസിറ്റീവായിട്ട് പറഞ്ഞ്, നമ്മള് ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ നമ്മൾ പറയാറില്ലേ പോസിറ്റീവ് വാക്കുകൾ, ആ വാക്കുകൾ നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞ് നമ്മളെ ആക്കി കൊണ്ടുവരും. അപ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? സെൽഫ് വർത്ത് ഉണ്ടാവുന്നത്. സെൽഫ് വർത്ത് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ മാർക്സ്, മണി ഓർ വാലിഡേഷൻ. ആദ്യം ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ, അതുപോലെ ഒരിക്കലും നമ്മൾ ചിന്തിക്കുന്നത് സെൽഫ് വർത്ത് എന്ന് പറയുമ്പോൾ ഞാൻ അംബാനി അല്ലെങ്കിൽ അങ്ങനെ, അതുകൊണ്ടാണ് എനിക്ക് സെൽഫ് വർത്ത്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ എനിക്കൊരു ഹൈ ക്ലാസ്, ഈ സൊസൈറ്റിയിലെ ഹൈ ക്ലാസ് ആളാണ്, അതുകൊണ്ട് അവിടെയല്ല സെൽഫ് വർത്ത്. നമുക്ക് നമ്മളിൽ ഒരു വിശ്വാസം, ഒരു ട്രസ്റ്റ്, അതിനെയാണ് സെൽഫ് വർത്ത് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ആ കുട്ടിയുടെ കാര്യം പറഞ്ഞു, ക്ലാസ്സിൽ ഫസ്റ്റാ, എന്നിട്ട് സെൽഫ് വർത്ത് ഉണ്ടോ? ഇല്ല. പക്ഷെ ആ ക്ലാസ്സിൽ ഏറ്റവും പഠിക്കാത്ത, ഏറ്റവും മോശമായിട്ട് നടക്കുന്ന കുട്ടി ഉണ്ടാവും. പക്ഷെ ഞാൻ ചില്ലാണ്, ഞാൻ അടിച്ചു പൊളിച്ച് നടക്കുന്നവനാണ്, ഞാൻ ഹാപ്പി ആയിട്ട് നടക്കുന്നതാണ്. അവന്റെ മനസ്സിൽ അവനെ കുറിച്ച് പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്. അത് എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പഠിക്കാത്തതാണ്, പക്ഷെ ഞാൻ ഇങ്ങനെയാണ്. അവനെ കുറിച്ച് ഒരു സ്വന്തം അവനെ കുറിച്ചുള്ളിൽ ഒരു വർത്ത്. അതായത് ഒരിക്കലും നമ്മുടെ ഡിഗ്നിറ്റി അല്ലെങ്കിൽ മാർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളല്ല നമ്മൾ സെൽഫ് വർത്തിൽ വരുന്നത്. നമ്മുടെ മനസ്സിൽ സെൽഫായിട്ട് നമ്മൾ ടോക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഞാൻ ഓക്കെയാണ്, എനിക്ക് നല്ലൊരു ക്യാരക്ടർ ഉണ്ട്, എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കും, ഒപ്പം എന്നെയും ഞാൻ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള ആ ഒരു വർത്ത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൽഫ് വർത്ത് എന്ന് പറയുന്നത്. അല്ലാതെ മറ്റുള്ളവരെ വെച്ചോ അല്ലെങ്കിൽ ഒരാള് ഹൈ ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണ്, അല്ലെങ്കിൽ ഒരു ഹൈ ഡിഗ്രി ജോബാണ്, അതല്ല സെൽഫ് വർത്ത്. നമുക്ക് നമ്മളെ കുറിച്ചുള്ള തോട്ട്, അതാണ് സെൽഫ് വർത്ത്. അതുപോലെ ഈ സെൽഫ് വർത്ത് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമുക്ക് റിലേഷൻഷിപ്പില് നമ്മള് സെൽഫ് വർത്ത് ഉള്ളവർക്കാണ് ഈ നല്ല രീതിയിലുള്ള ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സെൽഫ് വർത്ത് ഇല്ലാത്തവർക്ക് സംഭവിക്കുന്നത് ഓൾറെഡി എനിക്ക് എന്നെ കുറിച്ച് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ്. അതായത് എനിക്ക് കഴിവില്ല എന്നുള്ളൊരു തോട്ട്, അല്ലെങ്കിൽ ഞാൻ പോരാ എന്നുള്ളൊരു തോട്ട് ആവുമ്പോ നമ്മൾ അവിടെ ഓൾറെഡി നമ്മൾ ഡൗൺ ആണ്. നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ അവർക്ക് റെസ്പെക്ട് അല്ലെങ്കിൽ അവരെ ട്രസ്റ്റ് ചെയ്യാൻ ഒരു കമ്മ്യൂണിക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ പുറകോട്ട് പോകും. നമ്മുടെ സെൽഫ് വർത്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ റിലേഷൻഷിപ്പിൽ ഹെൽത്തി റിലേഷൻഷിപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും.
സെൽഫ് ലവ് ഉള്ളവർക്ക് മാത്രമാണ് ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റുന്നത്. പകരം എന്റെ മനസ്സിലുള്ള തോന്നൽ ഞാൻ ഓക്കെ അല്ല എന്നുള്ള തോന്നലാണെങ്കിൽ ഞാൻ ഓരോ കുറ്റങ്ങളും കുറവുകളുമായിരിക്കും ഞാൻ കണ്ടെത്തുന്നത്. ആ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുമ്പോൾ അത് മറ്റുള്ളവരിലേക്കും അതുപോലെ തന്നെ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്കൊരു സെൽഫ് ലവ് അല്ലെങ്കിൽ സെൽഫ് വർത്ത് വേണം. യൂസ് ഐ ഫീൽ സ്റ്റേറ്റ്മെന്റ് ഇൻസ്റ്റെഡ് ഓഫ് ബ്ലൈൻഡ്. നമ്മള് റിലേഷൻഷിപ്പിൽ എപ്പോഴും, അതായത് മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യല്ല വേണ്ടത്. ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യല്ല വേണ്ടത്. എനിക്ക് ഇങ്ങനെയാണ് തോന്നുന്നത്, നീ അങ്ങനെ ചേഞ്ച് ചെയ്താൽ നീ കൂടുതൽ ബെറ്റർ ആകും എന്നുള്ള രീതിയിലായിരിക്കണം നമ്മുടെ. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ബൗണ്ടറി നമ്മൾ സെറ്റ് ചെയ്യണം. അതായത് ബൗണ്ടറി പ്രൊട്ടക്ട് ഇമോഷണൽ പീസ് ആൻഡ് ഹെൽത്തി റിലേഷൻഷിപ്പ്. അതായത് ഒരാള് ഒരു കാര്യം ചോദിച്ചു വരുമ്പോ നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാം പീപ്പിൾ പ്ലീസിങ് പോലെ എല്ലാത്തിനും ഓക്കെ അല്ല പറയേണ്ടത്. നമുക്ക് നോ പറയേണ്ട അവസരങ്ങളിൽ നമ്മൾ എന്ത് വേണം? നോ പറയണം. അതെങ്ങനെയാ നോ പറയേണ്ടത്? നമ്മള് എനിക്ക് പറ്റില്ല, നീ പോകണോ, അങ്ങനെ നമ്മൾ അവരുടെ അടുത്ത് പറയല്ല. ഇപ്പൊ ഞാൻ കുറച്ച് തിരക്കില്ല, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഞാനിപ്പോ ഒരു കുറച്ച് ഇതായിട്ട് ഞാൻ ഇത്തിരി നല്ല തിരക്കിലാണ്, ഇപ്പൊ എനിക്കിത് ചെയ്തു തരാൻ സാധിക്കില്ല, കുറച്ച് കഴിയട്ടെ, അല്ലെങ്കിൽ മറ്റൊരു അവസരത്തിൽ ഞാനത് ചെയ്തു തരാം എന്ന രീതിയിൽ നമ്മൾ എന്താണ് ഒരു റിലേഷൻഷിപ്പ് ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ബൗണ്ടറി സെറ്റ് ചെയ്യണം. ജസ്റ്റ് 1 മിനിറ്റ്. ഓക്കെ, സോറി. അപ്പൊ നമ്മൾ എന്താണ്, നമ്മള് ഇമോഷണൽ പീസ് കിട്ടണമെങ്കിൽ നമ്മൾ എല്ലാവരെയും പീപ്പിൾ പ്ലീസിങ് ആയിട്ട് എന്ത് പറഞ്ഞാലും ഓക്കെ എന്നല്ല നമ്മൾ പറയേണ്ടത്. നോ പറയേണ്ട അവസരങ്ങൾ വരുമ്പോ നമ്മൾ അവിടെ നോ പറയേണ്ടത് തന്നെ ആണ്. നമ്മുടെ ഇമോഷണൽ പാറ്റേണിൽ പെട്ടതാണ് പറഞ്ഞില്ലേ, നമ്മൾ പലപ്പോഴും നമ്മുടെ സെൽഫ് വർത്ത്, നമ്മുടെ സെൽഫ് ലവ് നശിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഓവർ തിങ്കിങ്. നമ്മളൊരു കാര്യം കിട്ടി, അതേക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഞാനിപ്പോ അത് ചെയ്തു. ചില കാര്യങ്ങളില്ലേ, ഞാൻ എന്റെ കഴിവുകൊണ്ട് ചെയ്ത് ഇതാക്കി ഓക്കെ ആക്കിയതായിരിക്കും, പക്ഷെ പറയുമ്പോ എന്താണ്, ചക്ക വീണ് മൊയിലെ ചത്തു എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. എന്നിട്ട് നമ്മൾ അതിന്റെ മേലെ ഇത് ഇനി ചക്ക ആ കറക്റ്റ് സമയത്ത് വീണില്ലായിരുന്നെങ്കിൽ മൊയില് ചാവുമായിരുന്നോ, മൊയില് ഓടുമായിരുന്നോ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഒരു കാര്യം ഇട്ടിട്ട് അതിന്റെ പുറകെ നമ്മൾ ചിന്തിച്ചു പോകും. ഇങ്ങനെയുള്ള ഇതുണ്ട്. അങ്ങനെ നമ്മൾ ചിന്തിച്ചു പോകുമ്പോൾ അത് എന്ത് ചെയ്യും? അത് നമ്മുടെ സെൽഫ് ലവിനെ ഹനിക്കുന്നതായിരിക്കും. കാരണം റിയലി നമ്മുടെ കഴിവുകൊണ്ട് നമ്മൾ ചെയ്ത കാര്യമാണ്, പക്ഷെ ഒരിക്കലും നമ്മൾ ഓവർ തിങ്ക് ചെയ്തിട്ട് നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നത് എന്താണ്? ആ ഒരു മൊമെന്റ്, ലക്ക്, ആ ഒരു മൊമെന്റിൽ ആ ഒരു ലക്ക് കൊണ്ട് സംഭവിച്ചതായിരിക്കും, അല്ലാതെ എനിക്ക് അതിനുള്ള ഇത് കപ്പാസിറ്റി ഉണ്ട് ഇല്ല എന്നുള്ള രീതിയിലുള്ള തോട്ട്സ് ആയിരിക്കും നമുക്ക് വരുന്നത്. അതുപോലെ എന്താണ്, മറ്റുള്ളവരെ പ്ലീസ് ചെയ്യുന്ന ഇമോഷൻ, ആ ഒരു രീതിയിലുള്ളത്. അതായത് മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും നമ്മൾ ചെയ്തു കൊടുക്കും. ഇങ്ങനെ ചെയ്യുമ്പോ എന്താണ്, നമുക്ക് പേടിയാണ്. കാരണം എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അവര് നമ്മളെ റിജക്റ്റ് ചെയ്യോ, കാരണം അവരുടെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അവർക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു കൊടുക്കുന്നു, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോ നമ്മൾ എന്താണ്, നമ്മുടെ മറ്റുള്ളവരെ പ്ലീസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ആ ഒരു റിജക്ഷൻ, ഫിയർ ഫീലിംഗില് നമ്മള്, അതായത് നമുക്ക് നമ്മളെ സ്നേഹമില്ല, അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓവറായിട്ട് ആഗ്രഹിച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. യെസ്, അവര് നമ്മളെ റിജക്റ്റ് ചെയ്താലോ, അവര് നമ്മളെ സ്നേഹിക്കാണ്ടായി പോയാലോ എന്നുള്ള ടെൻഷൻ ആയിരിക്കും അത് അവിടെ സംഭവിക്കുന്നത്. അതുപോലെ വാലിഡേഷൻ സീക്കിങ്, ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ വാലിഡേഷൻ സീക്കിങ്ങിന്റെ ഏറ്റവും വലിയ ഇതാണ്. അതായത് നമ്മൾ ഒരു കാര്യം ഇട്ടു,
ഇത് മറ്റുള്ളവർക്ക് ഇഷ്ടായോ, ഒരു ലൈക്ക് ചെയ്തോ? അതുപോലെ ഞാൻ പറയുന്നതല്ല എന്നെ കുറിച്ചുള്ള വിശ്വാസം. മറ്റൊരാള് പറഞ്ഞു, നീ പോരാ എന്ന് പറയുമ്പോ, അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്തിട്ട് അത് ഞാനല്ല അതിന് എന്നെ ഞാനൊരു കാര്യം ചെയ്തു, ഞാൻ ഓക്കെയാണ്. അവിടെ വാലിഡേഷൻ സീക്കിങ് നമ്മൾ സ്വന്തമാണ്. പക്ഷെ എന്താണ് പലരും ചെയ്യുന്നത്, മറ്റു പലരോടും ചോദിക്കുന്നു. അവരത് നെഗറ്റീവായിട്ട് പറയുമ്പോ ഇതാണ് നമ്മുടെ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോ നമ്മുടെ സെൽഫ് വർത്ത് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ഇമോഷൻസ് അത് നമ്മൾ പുറത്തേക്ക് കളയുക. അത് നമ്മൾ ഉള്ളിൽ ഇങ്ങനെ കൂട്ടി വെച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് എന്താണ്, നമ്മളെ കുറിച്ച് തന്നെ ഒരു നെഗറ്റീവ് ഇതിലേക്ക്, ഇമ്പാക്റ്റിലേക്ക്, അതായത് പറയില്ലേ, ഉള്ളില് പ്രഷർ ഇങ്ങനെ തിങ്ങി കൂടി കഴിഞ്ഞാൽ കുറച്ച് നാൾ അതിങ്ങനെ നിൽക്കും. അവസാനം ഒരു നിമിഷം, ലാസ്റ്റ് ഒരു നിമിഷം അതൊരു വലിയ പൊട്ടലിന് കാരണമായിട്ട് മാറും. നമുക്ക് ഇങ്ങനെയുള്ള ഇത് വരുമ്പോ എന്താണ് ചെയ്യാവുന്ന കാര്യം? സ്റ്റേ കാം. നമ്മുടെ സെൽഫ് ലവ് നമ്മൾ ഇൻക്രീസ് ചെയ്യാൻ ഏറ്റവും അത്യാവശ്യമുള്ളത് ഒരു കാര്യമാണ്. നമ്മൾ കാമായിട്ട് നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം, അല്ലേ, നമുക്ക് സ്വന്തമായി ഒരു 5 മിനിറ്റ് എങ്കിലും നമ്മൾ യൂസ് ചെയ്യണം ഒരു ദിവസം. നമുക്ക് മാത്രമായിട്ട് നമ്മൾ സമയം ഒരിക്കലും കണ്ടെത്തുന്നില്ല. രാവിലെ എഴുന്നേക്കുന്നു, വീട്ടിലെ ഫുഡ് ഉണ്ടാക്കുന്നു, ജോലിക്ക് പോകുന്നു, മക്കളുടെ കാര്യം നോക്കുന്നു, ഹസ്ബൻഡിന്റെ കാര്യം നോക്കുന്നു, മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. പക്ഷെ പലപ്പോഴും നമുക്ക് നമ്മുടെ സമയം എന്ന് പറയാൻ ഒരു 5 മിനിറ്റ് കൊടുക്കാൻ, അതായത് ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് രാവിലെ എഴുന്നേറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുക, അല്ലെങ്കിൽ എന്താണ് സെൽഫ് ലോ ഇൻക്രീസ് ചെയ്യാനുള്ള അഫർമേഷൻസ് പറയുക. ഇതിനൊന്നും നമ്മൾ സമയം കണ്ടെത്തുന്നില്ല. ബാക്കി എല്ലാ കാര്യത്തിനും നമുക്ക് ടൈമുണ്ട്. അതായത് മീ ടൈം എന്ന് പറയുന്നത് എനിക്ക് മാത്രമായിട്ട് എന്റേതായുള്ള ഒരു ടൈം, ആ ഒരു ടൈം നമ്മൾ ലൈഫിൽ കണ്ടെത്തണം. പക്ഷെ പലപ്പോഴും നമ്മൾ എന്താണ് ഈ തിരക്ക് പിടിച്ചുള്ള യാത്രയില് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, അല്ലെ, രാവിലെ എഴുന്നേക്കുന്നു, ഓൺ കറക്റ്റ് ടൈമിൽ ഫുഡ് ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുക, അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ ചെയ്യുക. ഓഫീസിൽ പോവുക, ഓഫീസിലെ വർക്കുകൾ കറക്റ്റ് ആയിട്ട് ചെയ്യുക, തിരിച്ചു വരിക. പിന്നെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മള് എക്സസൈസ് ചെയ്യുന്നു. അവിടെയൊക്കെ ആണെങ്കിലും ഹെൽത്തിന് വേണ്ടി ഓരോ അതായത് നമുക്ക് വെറുതെ ഒന്ന് ഇതെല്ലാം വേണം, പക്ഷെ നമുക്കായിട്ട് കുറച്ച് എൻജോയ് ചെയ്യാവുന്ന കുറച്ചൊരു സമയം നമ്മളുടേതെന്ന് പറയുന്ന, നമ്മളെ കേൾക്കാൻ, നമ്മളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ, നമ്മളെ അവെയർ ചെയ്യാൻ ഒരു 5 മിനിറ്റ് വെറുതെ ഫ്രീ ആയിട്ടിരിക്കുക. ഇപ്പൊ ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ണടച്ച്, എന്നിട്ട് നിങ്ങളെ ഇമാജിൻ ചെയ്യണം. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ നീഡ്, നിങ്ങൾക്ക് എന്താണ് ആവശ്യം, നിങ്ങൾക്ക് എന്ത് കിട്ടിയാലാണ് ഹാപ്പി ആവുന്നത്, നിങ്ങൾക്കിപ്പോ ഒരു ഗിഫ്റ്റ് ഉണ്ട് തരാൻ കൊടുക്കണമെങ്കിൽ എന്തായിരിക്കും നിങ്ങളെ കുറിച്ച് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ എന്താണ് നിങ്ങളെ ഹാപ്പി ആക്കുന്നത്? നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നു? ചിലപ്പോ ഒരു 5 മിനിറ്റ് പീസായിട്ട് ഇരിക്കാനായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത്. ജസ്റ്റ് 1 മിനിറ്റ് റിലാക്സ് ആയിട്ടിരുന്ന് നിങ്ങളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ വന്ന കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ പേപ്പറിലേക്ക് ഒന്ന് കുറിക്കുക. ഓരോരുത്തരുടെ മനസ്സിൽ ഓരോന്നായിരിക്കും വന്നത്. കാരണം ഇപ്പൊ നിങ്ങൾ എന്താ ആ ഒരു മിനിറ്റ് വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ടാണോ കൊടുത്തത്? നിങ്ങൾ ആരെയും ആലോചിച്ചത്? നിങ്ങളെ തന്നെ ആലോചിച്ചു. നിങ്ങൾക്ക് എന്താ വേണ്ടത്?
നിങ്ങൾ ഹാപ്പി ആവാൻ എന്താ വേണ്ടത്, നിങ്ങൾക്ക് ഇപ്പോ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലേക്ക് ഇട്ടുകൊടുത്തത്. ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. നെക്സ്റ്റ്, ഇപ്പൊ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങൾ എഴുതിയില്ലേ, ആ കാര്യം നടത്താൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടാവും, നിങ്ങൾക്ക് വേണ്ടി മാത്രം. ആ കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് ഡെയിലി ഒരു 5 മിനിറ്റ് വെറുതെ കാമായിട്ട് ഇരുന്ന് എന്നെ കുറിച്ചൊന്ന് ആലോചിക്കണം. ഇതാണ് ഞാൻ ആഗ്രഹിച്ചത്. അപ്പോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഏത് സമയം എപ്പോ ഞാൻ ചെയ്യും, ഞാൻ എന്തിനാണ് അതിന് എന്ത് ഇനീഷ്യേറ്റീവാണ് എടുക്കുന്നത്. അങ്ങനെ 5 മിനിറ്റ് ഇരിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഇരിക്കാം എന്ന ആഗ്രഹിക്കലും മാത്രം ഉണ്ടാവുള്ളൂ, അവിടെ ഇരിക്കലുണ്ടാവില്ല. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ന സമയത്ത് ഇന്ന ടൈമില് ഞാൻ വേറെ ആർക്കും കൊടുക്കില്ല, അത് എന്റെ ടൈമാണ്, ഞാൻ യൂസ് ചെയ്യും. ഇനി ഞാൻ ആഗ്രഹിച്ചത് എനിക്കൊരു ഗിഫ്റ്റ് വാങ്ങിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. നെക്സ്റ്റ്, എന്ത് ഗിഫ്റ്റ്, എപ്പോ, എത്ര എമൗണ്ടിന്റെ, എവിടെ നിന്ന്, എത്ര ദിവസത്തിനുള്ളിൽ ഞാൻ വാങ്ങിച്ചു കൊടുക്കും. അതാണ് നെക്സ്റ്റ് എഴുതേണ്ടത്. ഓരോരുത്തരും ഓരോ കാര്യങ്ങളായിരിക്കുമല്ലോ ആഗ്രഹിച്ചത്. ചിലപ്പോൾ കുറച്ചു നേരം തനിച്ചിരിക്കണമെന്നായിരിക്കും ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണമെന്നായിരിക്കും ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ എനിക്കൊരു പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്കിപ്പോ കാലിന് ഒത്തിരി പെയിൻ ഉണ്ട്, ആ കാലിന്റെ പെയിൻ മാറ്റാൻ എനിക്ക് എല്ലാ ദിവസവും കുറച്ചു നേരം ആ കാലിന് മസാജ് ചെയ്യണം. അങ്ങനെയാണ് ആഗ്രഹിച്ചെങ്കിൽ അതിനുള്ള ടൈം, അതായത് നമുക്ക് വേണ്ടി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം, അതിന് ഏത് ടൈമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് കറക്റ്റ് എഴുതുക. നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ കാമായിട്ടിരുന്ന് നമ്മൾ അവെയറായി, നമ്മളെ കേട്ടു. നമ്മൾ ഇത്രയും നാളും കേട്ടോണ്ടിരുന്നത് ആരെയാ? മറ്റുള്ളവരെ കേട്ടോണ്ടിരുന്നത്. ഇപ്പൊ നമ്മുടെ പ്രശ്നങ്ങള്, നമ്മുടെ സങ്കടങ്ങള്, നമ്മുടെ ആഗ്രഹങ്ങൾ, അത് നമ്മൾ കേട്ടിട്ട് അതിന്റെ സൊല്യൂഷൻ, അല്ല പ്രോബ്ലത്തിനല്ല നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, നമ്മള് അതിന്റെ സൊല്യൂഷൻ എങ്ങനെ അത് നമുക്ക് ചെയ്ത് കൊടുക്കാം, എനിക്ക് വേണ്ട സംഭവമാണ്. നമ്മൾ അങ്ങനെയല്ലേ, നമ്മുടെ കുട്ടികൾ വന്നൊരു കാര്യം പറഞ്ഞു ഇതൊന്ന് ചെയ്തു തരാമോ, നമ്മൾ പിന്നെ ചിന്തിക്കുന്നത് എങ്ങനെയാ, ആ ചോദിച്ച കാര്യത്തിന് എങ്ങനെ നമുക്ക് ആൻസർ ചെയ്ത് കൊടുക്കാം എന്നല്ലേ ചിന്തിക്കുന്നത്, അല്ലേ? നമ്മുടെ മക്കള് വന്ന് നമ്മുടെ അടുത്ത് ഒരു കാര്യം ചോദിച്ചു, എനിക്ക് എന്നെ സംഭവം വാങ്ങിച്ചു തരാമോ. ഇപ്പൊ കറന്റ്ലി ചിലപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല, നമ്മള് മോനെ നോക്കട്ടെ, ഞാനൊരു 2 ആഴ്ചക്കുള്ളിൽ വാങ്ങിച്ചു തരാം, അല്ലെങ്കിൽ അടുത്ത സാലറി വരുമ്പോൾ ചെയ്തു തരാം, അല്ലെങ്കിൽ ഇന്ന കാര്യം കഴിഞ്ഞ് കഴിയുമ്പോൾ ചെയ്തു തരാം. നമ്മളത് നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അതിനെന്ത് ചെയ്തു, സൊല്യൂഷൻ ഓറിയന്റഡ് ആയിട്ട് നമ്മൾ ചെയ്തു. പക്ഷെ പലപ്പോഴും നമ്മളെ ഒന്ന് ആലോചിച്ച് നമ്മളെ കേട്ടിട്ട് നമുക്കൊരു സൊല്യൂഷൻ, ഒരു പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ നമ്മൾ സമയം പലപ്പോഴും കണ്ടെത്തുന്നില്ല. അപ്പോ ശരിക്കും ഇമോഷണൽ ഹീലിംഗ് വേണ്ടത്, ഹീലിംഗ് ബിഗിൻസ് വെൻ യു സ്റ്റോപ്പ് അബാൻഡനിങ് യുവർ സെൽഫ്. നമുക്ക് എപ്പോഴാണോ ഈ ഒരു ഇമോഷണൽ റിയലൈൻമെന്റ് ആവശ്യം വരുന്നത്, എപ്പോ നിങ്ങൾ നിങ്ങളെ ഉപേക്ഷിക്കുന്നോ അപ്പോഴാണ്. നിങ്ങളെ ചേർത്ത് നിർത്തുമ്പോ,
നിങ്ങളുടെ സങ്കടങ്ങൾ വരുമ്പോ അത് കരഞ്ഞു തീർത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷം വരുമ്പോ അത് നിങ്ങൾ ചിരിച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോ അതിന് നിങ്ങളൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു കൊടുത്ത് നിങ്ങളെ ഓക്കെ ആക്കി നിർത്തിയാൽ അവിടെ പിന്നെ ഒരു ഇമോഷണൽ റിയലൈൻമെന്റിന്റെ ആവശ്യമുണ്ടോ? ഈ ഒരു ക്ലാസിന്റെ തന്നെ ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. നമ്മുടെ പ്രശ്നങ്ങള് പലപ്പോഴും നമ്മളെ നമ്മളെ ഇഗ്നോർ ചെയ്യുന്നു. നമ്മുടെ ഫ്രണ്ട്സിന്റെ പ്രശ്നങ്ങളാവട്ടെ, നമ്മുടെ റിലേറ്റീവ്സിന്റെ പ്രശ്നങ്ങളാവട്ടെ, നമ്മുടെ നെയ്ബറിന്റെ പ്രശ്നങ്ങളാവട്ടെ, അവിടെ എല്ലാം നമ്മൾ കയറി ഇടപെട്ട് അതൊക്കെ ഒന്ന് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്നു. മേ ബി നമ്മുടെ ഫാമിലിയിലുള്ള പ്രശ്നങ്ങളാവട്ടെ, റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങളാവട്ടെ, അവിടെയൊക്കെ ആ പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നു. പകരം എനിക്കൊരു പ്രശ്നമുണ്ട്, അത് എന്നോട് തന്നെയുള്ള ഒരു പ്രശ്നമാണ്, അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇഗ്നോർ ചെയ്ത് കളയുന്നു. അതായത് എന്റെ മനസ്സ് പല കാരണങ്ങൾ കൊണ്ടും വളരെ ഡിസ്റ്റർബ്ഡ് ആണ്, അത് ഞാൻ അറിയുന്നില്ല. ആ ഡിസ്റ്റർബൻസ് നമ്മൾ എപ്പോ സോൾവ് ചെയ്ത് അതിന് ഹീല് ചെയ്ത്, ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഹീല് ചെയ്ത് നമ്മുടെ മനസ്സ് ഒന്ന് കരഞ്ഞാൽ, ചില സമയങ്ങളിൽ ഒന്ന് പൊട്ടിക്കരഞ്ഞാൽ തീരാനുള്ളതുണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ എന്താണ്, നമ്മുടെ സമൂഹം നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ ആൺകുട്ടികളാണ്, ആൺകുട്ടികൾ കരയാൻ പാടില്ല, ഇതുപോലുള്ള തെറ്റായ വിശ്വാസങ്ങള്, കാര്യങ്ങള്, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഞാൻ കരയാൻ പാടില്ല എന്നുള്ളൊരു തോട്ട്. ഇങ്ങനെയല്ല, നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള വിഷമം എന്താണ്, ഇത് നമ്മൾ അങ്ങ് ഫ്രീ ആക്കുമ്പോ നമ്മൾ ഓക്കെ. പകരം ഈ ഉണ്ടാവുന്ന സങ്കടങ്ങള് അല്ലെങ്കിൽ ദേഷ്യം, കാര്യങ്ങള്, ഇതെല്ലാം നമ്മൾ മനസ്സിന്റെ ഉള്ളില് ഇങ്ങനെ മറ്റു പുറമെയുള്ള ആളുകളുടെ സങ്കടങ്ങൾ തീർക്കാനും പോകും, അവരുടെ പ്രശ്നങ്ങൾ ദൂരീകരിക്കാൻ പോകും, അവർക്ക് വേണ്ടതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും. പക്ഷെ എന്റെ ഈ സ്വന്തം മനസ്സിന്റെ ഉള്ളിൽ കിടക്കുന്ന സങ്കടങ്ങള് അല്ലെങ്കിൽ ദേഷ്യം, ആ ദേഷ്യം നമ്മൾ സപ്രസ് ചെയ്യുക ചെയ്തത്. ആ ദേഷ്യം നമ്മൾ പ്രകടിപ്പിച്ച്, മീൻസ് ഞാൻ പറഞ്ഞു, നമ്മൾ ഇത്രയും പഠിച്ചപ്പോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ദേഷ്യം വരുമ്പോ എന്താണ്? പില്ലോ ബീറ്റിംഗ്, അതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉള്ള ആ കാര്യങ്ങൾ നമ്മൾ ഹീല് ചെയ്ത് കഴിയുമ്പോൾ അവിടെ കാം ആൻഡ് ക്ലിയർ ആവും. അതായത് നമ്മളെ ഒരിക്കലും പരിഗണിക്കാതെ വരുമ്പോഴാണ് അതിന്റെ ഉള്ളിൽ ഇമോഷൻസ് കുന്നുപോകും. അപ്പൊ നമ്മൾ ആദ്യം ഹീല് ചെയ്യേണ്ടത് നമ്മൾ ഉള്ളിലുള്ള ആ ഇമോഷൻസ് ഹീല് ചെയ്ത് നമ്മൾ കാം ആകുമ്പോൾ ബാക്കിയുള്ള എല്ലാ ഇമോഷൻസിനെയും നമുക്ക് അലൈൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോ ജസ്റ്റ് നിങ്ങൾ അടുത്ത ഹൗ ഡു ഐ ട്രീറ്റ് മൈസെൽഫ്. ഇനി ഇപ്പൊ നമ്മള് ഇമോഷണൽ റിയലൈൻമെന്റിന്റെ ലാസ്റ്റ് സെഷനിലാണ് എത്തിയേക്കുന്നത്. നമുക്ക് എങ്ങനെ ഇതെല്ലാം ചെയ്യാം. ഒരു ഇമോഷണലി ഞാൻ അല്ലാതെ വന്നു, നമ്മൾ ജേർണലിംഗ് പഠിച്ചിട്ടുണ്ട്, വിഷ്വലൈസേഷൻ ടെക്നിക്ക് പഠിച്ചിട്ടുണ്ട്, ഒരുപാട് ടെക്നിക്സുകളും കാര്യങ്ങളും ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം സോൾവ് ചെയ്യാൻ, അതായത് എന്റെ മനസ്സിന്റെ ഉള്ളില് അതൊരു എന്താണ് കലുഷിതമായ അത് മാറ്റാനുള്ള എല്ലാ ടെക്നിക്സുകളും കാര്യങ്ങളും നമ്മൾ പഠിച്ചു. അപ്പോ ഇനി നെക്സ്റ്റ് നിങ്ങൾ എഴുതണ്ടേ ഹൗ ഡു ഐ ട്രീറ്റ് മൈസെൽഫ്. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത്? ഈ മൂന്നെണ്ണത്തിൽ ഹൗ ഡു ഐ ട്രീറ്റ് മൈസെൽഫ്, വാട്ട് ബൗണ്ടറി ഡു ഐ നീഡ്, എവിടെയാണ് ഞാൻ ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത്, വിച്ച് റിലേഷൻഷിപ്പ് ഡ്രെയിൻസ് മീ, എനിക്ക് എന്തെങ്കിലും ടോക്സിക് റിലേഷൻഷിപ്പ് ഉണ്ടോ, ഞാൻ എവിടെ നിന്നെല്ലാം മാറണം. ആ ടോക്സിക് റിലേഷൻഷിപ്പില് സോഷ്യൽ മീഡിയ ഉൾപ്പെടെപ്പെടും കേട്ടോ. ഇതിന് മൂന്നിനും ആത്മാർത്ഥമായിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് എപ്പോഴും കിട്ടാത്തൊരു സംഭവമാണ് മീ ടൈം. ഇപ്പോ ക്ലാസ്സിൽ വന്നിരിക്കുമ്പോൾ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ ആരുമില്ല. അപ്പൊ നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ഈ മൂന്ന് കാര്യത്തിനും ആൻസർ എഴുതുക. അപ്പോ വിച്ച് റിലേഷൻഷിപ്പ് ഡ്രെയിൻസ് മീ എന്നുള്ളതില് റിലേഷൻഷിപ്പ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ സോഷ്യൽ മീഡിയ ആവാം, പല പല കാര്യങ്ങളാവാം. പല കാര്യങ്ങള് നമ്മുടെ ലൈഫിൽ നിന്ന് നമ്മളെ നമ്മുടെ എനർജി നഷ്ടപ്പെടുത്തി കളയുന്ന കാര്യങ്ങളുണ്ടാവും. അതുപോലെ വാട്ട് ബൗണ്ടറി ഡു ഐ നീഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് ബൗണ്ടറി മാത്രമല്ല, പറഞ്ഞ പോലെ ഞാൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന സമയത്തിന് ശേഷം, അല്ലെങ്കിൽ ഞാൻ
ഉറങ്ങുന്ന ടൈം ഇന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യാം. അപ്പൊ നമ്മളെ ഒന്ന് ആദ്യം എന്ത് ചെയ്യുക, ജസ്റ്റ് കണ്ണടച്ച് ഈ 3 ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് എടുക്കുക. നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. സെൽഫ് അവെയർ ആയിട്ട് ഈ 3 ആത്മാർത്ഥമായിട്ട് ആൻസർ എഴുതുക. കാരണം ഈ ആൻസർ നിങ്ങളെ ചേഞ്ച് ചെയ്യിക്കും. ഞാനിപ്പോ ഓക്കെ ആണോ? ഓക്കെ അല്ലെങ്കിൽ എവിടെയാണ് ഞാൻ ഓക്കെ ആവേണ്ടത്? എന്ത് കാര്യങ്ങളിൽ ബൗണ്ടറി കൊടുത്തിട്ടാണ് ഇങ്ങനെയാണ് ഞാൻ മാറേണ്ടത്? എന്തെല്ലാം കാര്യങ്ങളാണ് എന്റെ മനസ്സിനെ നെഗറ്റീവായി കൊണ്ടുപോകുന്നത്? ഈവൻ നിങ്ങൾക്ക് നെഗറ്റീവ് സെൽഫ് ടോക്ക് ഉണ്ടെങ്കിൽ അതും എഴുതാം. ആ നെഗറ്റീവ് സെൽഫ് ടോക്ക് എന്താണെന്നുള്ള അവയർനെസ് നിങ്ങൾക്ക് വേണം. ആ നെഗറ്റീവ് സെൽഫ് ടോക്ക് ഇത് എന്റെ നെഗറ്റീവ് സെൽഫ് ടോക്ക് ആണ് എന്നുള്ള അവയർനെസ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിലെ പോസിറ്റീവിലേക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. മേരിക്കുഞ്ഞു മാം എഴുതിയോ? എന്താണ് മാം, ക്ലിയർ ആയില്ല? മേരിക്കുഞ്ഞു മാം എഴുതി? ഓക്കെ, ഞാൻ ചോദിക്കുന്നില്ല. കാരണം ഇതെല്ലാം എന്താണ്, നമ്മളെ കുറിച്ച് നമുക്ക് അവയർനെസ് ഉണ്ടായിട്ട് നമ്മൾ അതിന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സുലേഖ മാം ഫിനിഷ് ആയോ? ഇടയ്ക്ക് എനിക്ക് നെറ്റ് പോയി മാം, ഞാൻ പുറത്തായിരുന്നു, ഇപ്പഴാ കയറിയത്. ആ ശരി. വിമൽ സാറെ എഴുതാൻ സാധിച്ചോ? എഴുതി. ഓക്കെ, അപ്പോ ജസ്റ്റ് 3 ക്വസ്റ്റ്യൻ ആയിരുന്നു പറഞ്ഞത്. അത് നമ്മൾ നമ്മുടെ അവെയർ ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു. അപ്പൊ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താ? ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയുമോ മാം? സുലേഖ മാം പറഞ്ഞോളൂ. ആ ക്വസ്റ്റ്യൻ എന്താണ് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയുമോ? 3 ക്വസ്റ്റ്യൻ. ആ 3 ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഓ, നമ്മളെ എങ്ങനെ ഏത് രീതിയിൽ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഓൾറെഡി ഇപ്പൊ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അതില് ആ ട്രീറ്റ്മെന്റ് എങ്ങനെ ചേഞ്ച് ചെയ്യണം. അതായത് ഇപ്പോ ചിലപ്പോ നമുക്ക് തോന്നണോ ഞാൻ ഇങ്ങനെയൊക്കെ പോയാൽ തന്നെ മതി. പക്ഷെ ചിലർക്ക് ചില തോന്നലുണ്ടാവേ ഇങ്ങനൊന്നും പോയാൽ പോരാ, എന്നെ ഈ രീതിയിലല്ലായിരുന്നു. ഇപ്പോ എന്റെ മോള് എപ്പോഴും പറയുന്ന ഒരു വാക്കാണ്, എനിക്ക് പ്രിൻസസ് ട്രീറ്റ്മെന്റ് വേണം. അവള് സ്വന്തം എപ്പോഴും പറയും, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറയുന്ന സമയത്ത് അവള് പറയാറുണ്ട്, എനിക്ക് വേണ്ടത് പ്രിൻസസ് ട്രീറ്റ്മെന്റ് ആണ് കേട്ടോ. അപ്പൊ നമുക്കറിയാം നമുക്ക് എന്താണ്, ഏത് രീതിയിലാണ് എന്നെ ഞാൻ ട്രീറ്റ് ചെയ്യേണ്ടത്. അതായത് അവൾ ആഗ്രഹിക്കുന്ന അവളൊരു രാജകുമാരിയെ പോലെ കൊണ്ടു നടക്കുക എന്നതാണ്. അപ്പൊ ഞാൻ എങ്ങനെയാണ് എന്നെ കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ എന്തെല്ലാം ബൗണ്ടറികളാണ് എനിക്ക് ആവശ്യം.
അതായത് ഞാൻ 3 ക്വസ്റ്റ്യനിൽ ഒതുക്കിയിട്ടുണ്ടെങ്കിലും ആ 3 ക്വസ്റ്റ്യൻ കുറച്ച് വൈഡ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഞാൻ ഇപ്പം എന്റെ മോളെ വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ മോൾ ആഗ്രഹിച്ചത് എന്താണ്? അവൾ ആഗ്രഹിക്കുന്നത് ഒരു രാജകുമാരിയെ പോലെ അവളെ നോക്കുക എന്നതാണ്. അപ്പൊ ആ അവളുടെ മനസ്സിൽ ഇപ്പൊ ഞങ്ങൾ ചിന്തിക്കുന്ന രാജകുമാരി ആയിരിക്കില്ല അവളുടെ മനസ്സിലെ രാജകുമാരി. അതായത് നമുക്ക് നമ്മുടേതായ ഒരു ഇന്നർ സെൽഫ് ടോക്ക് ഉണ്ട്. അതായത് ഞാൻ ചില കാര്യങ്ങളിൽ എനിക്ക് ബൗണ്ടറി, അതായത് ഞാൻ ഇന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും വേണ്ട, ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യണം, ഇതെനിക്ക് വേണ്ട, ഇങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് വേണ്ട എന്നുള്ള ഒരു ബൗണ്ടറി. ആ ഒരു ബൗണ്ടറി എന്താണ് ജീവിതത്തില് ഇനി മുന്നോട്ടുള്ള, അതായത് ഈ ഒരു 3 ക്വസ്റ്റ്യൻ ചോദിക്കാൻ കാര്യം നമ്മൾ ഈ 3 കാര്യങ്ങൾ ചെയ്യാനുള്ള ടെക്നിക്സ് ടൂൾസ് ഒക്കെ നമ്മൾ ഈ ഒരു 22 ക്ലാസ്സിൽ പഠിച്ചു. നമ്മുടെ മനസ്സിലൊരു ഹീൽ ചെയ്യുന്നത് എങ്ങനെ, അതിനുള്ള ടെക്നിക്സ്, അതായത് വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ ജേർണലിങ്, ഓരോ ടെക്നിക്സും കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഈ 2 ക്ലാസ്സും കൂടെയാണ് ഉള്ളൂ. അപ്പൊ ഈ 2 ലാസ്റ്റ് ക്ലാസ്സുകൾ എത്തിയപ്പോ ഇനി ഞാൻ എന്നെ ഏത് രീതിയിൽ ചേഞ്ച് ആക്കണം, എനിക്ക് എന്തൊക്കെ ബൗണ്ടറീസ് ഞാൻ സെറ്റ് ചെയ്യണം, അതുപോലെ ഏതൊക്കെ റിലേഷൻഷിപ്പ് ആണ് എന്നെ ഡ്രെയിൻ ചെയ്യുന്നത്, അതായത് എന്റെ എനർജി നശിപ്പിച്ച് എന്നെ നെഗറ്റീവിലേക്ക് തള്ളി വിടുന്നത്. റിലേഷൻഷിപ്പ് വിച്ച് റിലേഷൻഷിപ്പ് ഡ്രെയിൻസ് മീ എന്ന് എഴുതിയെങ്കിലും ഞാൻ പറഞ്ഞു റിലേഷൻഷിപ്പ് മാത്രമല്ല. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഞാൻ കുറെ കാര്യങ്ങൾ എടുത്തിട്ട് എന്റെ ഫ്രണ്ട്സ് അവരിതേ അങ്ങനെയൊക്കെയാണ്, ഞാൻ ഓക്കെ അല്ല, ഞാൻ കമ്പയർ ചെയ്യുന്നുണ്ട്. ആ ഒരു കമ്പാരിസൺ എന്നെ ഡ്രെയിൻ ചെയ്യുകയാണെങ്കിൽ ആ ഒരു കാര്യം വേണ്ട എന്ന് ഞാൻ സെറ്റ് ചെയ്യുന്നു. എന്തൊക്കെ കാര്യങ്ങളാണോ എന്റെ എനർജി നശിപ്പിക്കുന്നത്, ഏത് രീതിയിൽ ഞാൻ മാറണം, ആ മാറാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഇനി എന്റെ എനർജി ഏതൊക്കെ കാര്യങ്ങളാണ് കളയുന്നത്. ഈ 3 ക്വസ്റ്റ്യൻ ആയിരുന്നു ഞാൻ എഴുതാൻ പറഞ്ഞത്. അതായത് നമ്മുടെ ഓവറോൾ ഡെവലപ്മെന്റിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. പലപ്പോഴും ഈ കാര്യങ്ങൾ നമ്മുടെ ഫ്രണ്ട്സിന് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, എടാ ഇങ്ങനെയൊക്കെ ആയാൽ നിനക്ക് ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരും. പക്ഷെ നമ്മള് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി പലപ്പോഴും ചിന്തിച്ചിട്ടില്ല. ആ ഒരു ചിന്തിക്കാനുള്ള ഒരു ടൈമാണ് ഇവിടെ തന്നത്. ക്ലിയർ ആയോ സ്ലേഖ മാം? ഓക്കെ മാം, ക്ലിയർ ആയി. ഓക്കെ. അപ്പൊ മാം മാമിനെ ഒന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് ഈ 3 ക്വസ്റ്റ്യന് ടൈം ഓൾറെഡി കൊടുത്തായിരുന്നു. അപ്പൊ ഇതിന്റെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ആൻസർ ചെയ്ത ശേഷം നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? നമ്മള് മനസ്സിൽ ഓൾറെഡി നമുക്കറിയാം ഈ പ്രശ്നങ്ങളൊക്കെ കറക്റ്റ് ചെയ്യാനുള്ള വേ നമ്മൾ ഇത്രയും ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ഉറച്ച ഒരു കോൺഫിഡൻസോട് കൂടി ഇത് ചേഞ്ച് ചെയ്യും എന്ന ഒരു കോൺഫിഡൻസോട് കൂടി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അഫർമേഷൻ കൊടുക്കുക. എന്നിട്ട് അത് ചേഞ്ച് ചെയ്യുക. കാരണം ചേഞ്ച് ചെയ്യാനുള്ള ടെക്നിക്സും കാര്യങ്ങളായിരുന്നു ഇത്രയും നാളും നമ്മൾ പഠിച്ചത്. ഇപ്പോ നമ്മൾ ലാസ്റ്റ് വന്നപ്പോ എന്തായി? ഞാൻ എങ്ങനെ ചേഞ്ച് ചെയ്യേണ്ടതെന്ന് നമ്മൾ തീരുമാനിച്ചു. സെൽഫ് അവയർനെസ് കൊണ്ടുവന്ന് നമ്മൾ തീരുമാനിച്ചിട്ട് നമ്മൾ ചേഞ്ച് ആവുകയാണ് ചെയ്യേണ്ടത്. അതായത് ഇന്നർ അലൈൻമെന്റ് ക്രിയേറ്റ്സ് ഔട്ടർ ഹാർമണി. നമ്മൾ ഇമോഷണൽ റീഅലൈൻമെന്റ് വേണം എന്ന് പറയുന്നു. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കിടന്ന് തിളച്ചിട്ട് ആ മനസ്സിന്റെ ഉള്ളിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പുറത്ത് പീസായിട്ടിരിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. മനസ്സ് കാം ആൻഡ് ക്ലിയർ ആയിട്ട് നിൽക്കുമ്പോ ഈ പുറം ലോകം മൊത്തം തിളച്ചാലും നമുക്ക് എന്താണ് വളരെ കാമായിട്ട് ഇരിക്കാൻ സാധിക്കും, അല്ലെ? പുറത്ത് നല്ല ചൂടായിരിക്കും, പക്ഷെ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ എപ്പോഴും തണുപ്പാ. പുറത്ത് എത്ര ചൂട് വന്നാലും ഫ്രിഡ്ജിന്റെ ഉള്ളിൽ എന്താണ്? തണുപ്പാണ്. ഇതുപോലെ നമ്മുടെ ഉള്ളിൽ തണുത്ത് നമ്മൾ ഇരിക്കണം. പുറം ലോകമല്ല ആ ഫ്രിഡ്ജിന്റെ ഉള്ളിലെ തണുപ്പിനെ നിയന്ത്രിക്കുന്നത്. പക്ഷെ എന്താണ്, ഫ്രിഡ്ജ് ഒരു ഫ്രിഡ്ജ് കംപ്ലൈന്റ് ആയി അതിന്റെ ഉള്ളില് ചൂട് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മൊമെന്റിൽ അത് എന്ത് ചെയ്യും? പൊട്ടിത്തെറിക്കുക തന്നെ ചെയ്യും. ചുമ്മാ ഒരു ഇതിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അതായത് നമ്മുടെ ഉള്ളില് കാമാൻ ക്ലിയർ ആയിട്ട് വരുമ്പോൾ അതിനുള്ള ടെക്നിക്സും കാര്യങ്ങളും നമ്മൾ പഠിച്ചു. അവിടെ നമ്മൾ ഇമോഷണലി നമ്മൾ കാമാൻ ക്ലിയർ ആവുമ്പോൾ നമുക്ക് ഇമോഷണൽ അലൈൻമെന്റ് വരും. അവിടെയാണ് അതിന്റെ ഒരു ഇന്നർ അലൈൻമെന്റ് ആണ് നമുക്ക് വേണ്ടത്. അതാണ് നമുക്ക് ഔട്ടർ ഹാർമണി ഉണ്ടാക്കി തരുന്നത്. അല്ലാതെ പുറമേ നിന്നുള്ള എന്നെ മാറ്റിയത്
എന്നെ ദേഷ്യപ്പെടുപ്പിച്ചത് അവളുടെ വർത്താനമാണ്, അല്ലെങ്കിൽ എന്നെ അങ്ങനെ ആക്കിയത് ഇന്നത്തെ കാര്യം ആണ് എന്നതല്ല, നമ്മുടെ ഉള്ളിലാണ്. ശരിയാണ്, ഔട്ടറിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാം, പക്ഷെ നമ്മുടെ ഇന്നർ അലൈൻമെന്റ് വന്നു കഴിയുമ്പോൾ ഔട്ടറിനെ നമുക്ക് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പൊ നമ്മള് ഇന്നർ അലൈൻമെന്റ് ആണ് ഇമോഷണൽ റീഅലൈൻമെന്റിന്റെ ഏറ്റവും. ഈ ഇന്നർ അലൈൻമെന്റ് കൊണ്ടുവരാനുള്ള സ്റ്റെപ്പുകളായിരുന്നു നമ്മൾ ഇത്രയും നാളും പഠിച്ചത്. അതിനുശേഷം ഈ കാര്യങ്ങൾ യൂസ് ചെയ്ത് നമ്മൾ ഇന്നർ അലൈൻമെന്റ് വരുത്തി അത് എന്താണ് ക്ലീൻ ആൻഡ് ക്ലിയർ സ്റ്റേറ്റ് ആയിട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് വളരെ പീസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താണ്, ഈ ഇന്നർ അലൈൻമെന്റ് വരുന്നവർക്ക് ഈ വിഷ്വലൈസേഷൻ, ഇന്നലെ പറഞ്ഞു വിഷ്വലൈസേഷൻ ടെക്നിക് ഒക്കെ വളരെ, മാനിഫെസ്റ്റേഷൻ അതെല്ലാം വർക്ക്ഔട്ട് ആവും. ആരുടെ മനസ്സാണോ കലുഷിതമായിട്ടിരിക്കുന്നത് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്ന വിഷ്വലൈസേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വിഷ്വലൈസേഷൻ ടെക്നിക്ക് ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ, ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കില്ല. അപ്പൊ ആ ഒരു ഇന്നർ അലൈൻമെന്റിലേക്ക് നമ്മൾ വരിക. അത് നമ്മൾക്ക് എന്ത് തരുന്നു, ഔട്ടർ ഹാർമണി തരും. അപ്പോ ടു വേണ്ടത് നമ്മുടെ സെൽഫ് വർത്ത് ആണ്. ഈ സെൽഫ് ഹീലിംഗ് നടന്ന് നമ്മൾക്ക് ഒരു സെൽഫ് റെസ്പെക്റ്റും കാര്യങ്ങളും കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്താണ് വളരെ പീസ് ആൻഡ്, അതായത് പുറമേ നിന്നുള്ള കാര്യങ്ങളല്ല നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു സെൽഫ് ടോക്ക്. അതായത് പുറമേ നിന്ന് 100,000 പേര് പറയുമ്പോഴും എനിക്ക് എന്നിൽ വിശ്വാസമുണ്ട്, അവര് പറയുന്നത് ശരിയല്ല, ഞാൻ ഇതാണ് എന്ന് എനിക്ക് ഉള്ളിൽ ഒരു വിശ്വാസം, ഒരു ട്രസ്റ്റ് വരുമ്പോൾ, സെൽഫ് വർത്ത് വരുമ്പോൾ പുറമേ നിന്ന് എന്ത് പറഞ്ഞാലും അത് എന്താണ്, ജസ്റ്റ് കേട്ടങ്ങ് പോകുന്നതല്ലാതെ അത് നമ്മുടെ ഇമോഷനായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കയറില്ല. അല്ല, നമുക്ക് സെൽഫ് വർത്ത് ഇല്ലെങ്കിൽ ആ സമയത്ത് പുറത്തുനിന്ന് കേൾക്കുന്ന കാര്യങ്ങളെല്ലാം വാലിഡേഷൻ ആയിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വന്ന് നമ്മളെ അത് വീണ്ടും സങ്കടത്തിലേക്ക്, വീണ്ടും ഇമോഷണലി നമ്മളെ ട്രെയിൻ ചെയ്തുകൊണ്ട് ഇരിക്കും. അപ്പോ സെൽഫ് ലവ്, അതായത് സെൽഫ് വർത്തിന്റെ അത്യാവശ്യം, അതായത് അതെങ്ങനെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി എന്ന് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ, അതായത് ഇനി നമുക്ക് വെറും 2 ക്ലാസ്, അതായത് നമ്മൾ തന്നെ ഓക്കെ ആയി, ഇനിയിപ്പോ കൂടുതലും നമ്മൾ ഓക്കെ ആവേണ്ട കാര്യങ്ങൾ നമ്മൾ ഈ ഒരു 22 സെഷനിലൂടെ പഠിച്ചു. ഇനി അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ഒരു സമ്മറി മാത്രമാണ്, 2 ക്ലാസ് ഉണ്ട്, ജസ്റ്റ് ഒരു സമ്മറി. അതായത് നമ്മൾ ആദ്യം മുതൽ പഠിച്ചത് പല കാര്യങ്ങളും കോറിലേറ്റ് ചെയ്താണ് വന്നത്. എന്തിനാ കോറിലേഷൻസ് വന്നു എന്നുള്ള കാര്യം ഒന്ന് ക്ലിയർ ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഇമോഷണൽ റീഅലൈൻമെന്റ് എന്ന ഈ ഒരു കാര്യത്തിന്റെ പരിസമാപ്തിയിലേക്ക് നമ്മൾ എത്തുകയാണ്. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും വെറുതെ കേട്ടു പോയിട്ടുണ്ടെങ്കിൽ കാര്യമില്ല, നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താവാൻ പറ്റുന്നത്, അല്ലെ? നമ്മുടെ മനസ്സിൽ ഈ പറഞ്ഞ സങ്കടങ്ങളും ദേഷ്യങ്ങളും ഹീൽ ചെയ്യാതെ കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഇമോഷണൽ റീഅലൈൻമെന്റ് നടക്കില്ല. അതിന് വേണ്ട ടെക്നിക്സ് കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. ആ ഈ ടെക്നിക്സ് എല്ലാം യൂസ് ചെയ്ത് അതിനെ നമ്മൾ പെർഫെക്റ്റ് ആക്കി കഴിയുമ്പോൾ നമ്മൾ ഇമോഷണലി റീഅലൈൻഡ് ആവും. നമ്മൾ അങ്ങനെ ആയി കഴിയുമ്പോൾ ഒരാള് വളരെ ബുദ്ധിമുട്ടി നമ്മുടെ മുന്നിൽ വരുമ്പോൾ ഒരു ദിവസം കൊണ്ട് അവരെ മാറ്റാൻ സാധിക്കില്ല. പക്ഷെ നമുക്ക് ഇതുപോലുള്ള സജഷൻസും കാര്യങ്ങളും കൊടുത്ത് നമ്മൾ എങ്ങനെ ഈ രീതിയിലേക്ക് ചേഞ്ച് ആയി എന്നുള്ള പോലെ അവരെ കൂടി നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പൊ വളരെ പീസ്ഫുൾ ആയിട്ട്, കാമായിട്ട്, ഹാപ്പി ആയിട്ട് നമുക്ക് ലൈഫ്, അതായത് പ്രശ്നങ്ങളും സ്ട്രഗിൾസും എല്ലാം ഉണ്ടാകും, പക്ഷെ അവിടെ എല്ലാം നമ്മൾ സമാധാനത്തോടെ, അല്ലെ? ഒരാളുടെ ജീവിതത്തിലും പ്രശ്നങ്ങളോ ദുരിതങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഒരാളും, ഇപ്പൊ നമ്മൾ പറയില്ലേ ഏറ്റവും വലിയ പ്രമാണിയാവട്ടെ, ഏറ്റവും കൂടുതൽ സമ്പന്നനാവട്ടെ, ആ സമ്പന്നന് അദ്ദേഹത്തിൻ്റെതായ ഒരുപാട് ടെൻഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാവരുടെ ലൈഫിൽ ഇതൊക്കെ ഉണ്ട്.
പക്ഷെ അതെല്ലാം കാമായിട്ട് നല്ല രീതിയിൽ അലൈൻ ചെയ്ത്, അതല്ലാതെ പ്രശ്നങ്ങളില്ലാത്ത ഒരാളുമില്ല. ആ പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കും. എല്ലാവർക്കും അവരവരുടെ ഇമോഷനെ അലൈൻ ചെയ്ത് സക്സസ് ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി എന്തെങ്കിലും ഈ പറഞ്ഞതിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ എല്ലാവർക്കും ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. നമ്മുടെ സെൽഫ് വർത്ത് ഇൻക്രീസ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുക? സ്ട്രോങ് മൈൻഡ് പവറോട് കൂടി നമുക്ക് എല്ലാ ഇഷ്യൂസിനെയും എല്ലാ കാര്യങ്ങളെയും ഇമോഷണലി അലൈൻ ചെയ്ത് കൊണ്ടുപോകാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഓവർ ടു യു അനിൽ സർ. താങ്ക് യു. കേൾക്കുന്നുണ്ടല്ലേ? അപ്പൊ ഇന്ന് നമ്മുടെ സെഷൻ റിലേഷൻഷിപ്പ് വിത്ത് സെൽഫ് ആൻഡ് അതേഴ്സ്, അവിടെ സെൽഫ് ലവ്, സെൽഫ് അവയർനെസ്, സെൽഫ് എസ്റ്റീം ഇങ്ങനെ എല്ലാം വന്നു. അപ്പം അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മളുടെ ആ 3 എക്സസൈസാണ്. അതൊരു പക്ഷേ ഇന്ന് ഈ ക്ലാസ് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വരും. അപ്പോൾ നമുക്ക് വിമൽ സാറൊക്കെ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് ഈ 24 ദിവസം കടന്നു പോയതുപോലെ തോന്നുന്നു. എത്ര പെട്ടെന്നാണല്ലേ. അപ്പം എന്തായാലും ഇന്നത്തെ സെഷൻ അതിമനോഹരമായി. നമ്മളിങ്ങനെ കൂടുതൽ നമ്മളോട് അടുത്തുകൊണ്ടിരിക്കുന്നു. ഇന്നലെ വരെ നമ്മളെ അങ്ങനെ ഉപേക്ഷിച്ച് വിട്ടിരിക്കുകയായിരുന്നു, അലഞ്ഞു തിരികെയായിരുന്നു. അതിനെ നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കുന്നു. അപ്പം അതിൻ്റെ ഒരു സന്തോഷവും അതിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു ആഹ്ലാദവും നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്. അപ്പം നമ്മൾ തുടക്കം നമുക്ക് കുറച്ച് അഫർമേഷൻ ആയിരുന്നു. അപ്പം ഇന്ന് ക്ലാസ് ക്ലോസ് ചെയ്യുന്നത് ആ അഫർമേഷൻ ആകട്ടെ എന്ന് പറയുന്നു. അപ്പം നമ്മൾ ആദ്യം ഈ അഫർമേഷൻ എടുത്തപ്പോൾ നമുക്ക് തോന്നാത്ത ഏതെങ്കിലും ഒരു ഫീലിംഗ് ഇപ്പോൾ പറയുമ്പോൾ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മന്ത്രമാണ്, ആത്മമന്ത്രങ്ങൾ. അപ്പം അതിങ്ങനെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്യാം. ഒന്നുകൂടി നിങ്ങളുടെ മനസ്സിലൊന്ന് റിപ്പീറ്റ് ചെയ്യുക. ഐ ലവ് മൈസെൽഫ്. ഫീൽ ഇറ്റ്, സീ ഇറ്റ് ആൻഡ് ആക്ട് ഇറ്റ്. ഐ ലവ് മൈസെൽഫ്. I respect myself. I will be kind to myself. I will be kind to myself. I am beautiful inside and out. I am beautiful inside and out. My body is perfect, just the way it is. I trust my decisions. I trust my decisions. I am strong and brave. I am strong and brave. I am smart and talented. I am smart and talented. I am good. I am good. I am enough. Yes, you are enough. You love yourself more. അപ്പം ഇന്നലത്തേക്കാൾ ഇന്ന് എന്ത് വ്യത്യാസമെന്ന് ചോദിച്ചാൽ നമുക്ക് ഹൃദയത്തിൽ സ്പർശിച്ചുകൊണ്ട് നമുക്ക് പറയാം, ഞാൻ എന്നെ കൂടുതൽ സ്നേഹിക്കുന്നു. ഇന്നലെ വരെ ഞാൻ എന്നോട് എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സെൽഫ് ഫോർഗിവ്നെസ്, നമ്മൾ മാപ്പ് കൊടുക്കുന്നു. ഞാൻ എന്നെ കൂടുതൽ അറിയുന്നു, എൻ്റെ നന്മകളെ അറിയുന്നു, എൻ്റെ കഴിവുകളെ അറിയുന്നു, എൻ്റെ വീക്ക്നെസ്സിനെയും അറിയുന്നു. ഇതിനെല്ലാം കുറവുകളിൽ, നമ്മുടെ ഇംപെർഫെക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ മനോഹാരിത കണ്ടെത്തുന്നു. കുറവുകളിൽ നിറവുകൾ ഉണ്ടാകട്ടെ. പെർഫെക്റ്റ്
മാൻ അല്ലെ വുമൺ എന്ന് പറയുന്നത് മിഥ്യയാണ്, ഒരു ഇല്യൂഷനാണ്. ഞാൻ എന്നെ സ്നേഹിക്കുന്നു, അതുവഴി എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുന്നു. കാരണം എൻ്റെ കയ്യിലെ ഗ്ലാസ്സിൽ ജലമുണ്ടെങ്കിലേ എനിക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്നെ കൂടുതൽ സ്നേഹിക്കുന്നു, കൂടുതൽ അറിയുന്നു. അപ്പം നമ്മളെ അറിയുന്ന വഴി നമ്മൾ ഈ ഭൂമിയിൽ ഒരു ബ്ലെസ്സിങ് ആയിട്ട്, ഐ ആം എ ബ്ലെസ്സിങ് ടു ദ വേൾഡ്. എവറി ചലഞ്ച് ഐ ഫേസ് മേക്സ് മീ സ്ട്രോങ്ങർ. അങ്ങനെ സ്ട്രോങ്ങറായി നമ്മൾ മാറട്ടെ. വളരെ സന്തോഷത്തോട് കണ്ണുകൾ അടച്ചിരിക്കുകയാണെങ്കിൽ ഒരു പുഞ്ചിരിയോടുകൂടി കണ്ണുകൾ തുറക്കാം. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ, വണ്ടർഫുൾ ഡേ. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ഓൾ ഈസ് വെൽ, ഓൾ ആർ ഓക്കെ. താങ്ക് യു മാം, താങ്ക് യു സാർ.